Good morning everyone. Welcome to Attendant Malayalam channel. This is Rintu Sebastian and welcome to the Hindu editorial analysis of 12th November 2022. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ആൻഡ് ഗുഡ് മോർണിംഗ്. നമുക്ക് ഇന്നത്തെ ഹിന്ദു എഡിറ്റോറിയൽ വന്നിരിക്കുന്ന ആർട്ടിക്കിൾസ് ഏതൊക്കെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതുപോലെ ഇവിടെയുള്ള വൊക്കാബുലറി ഏതൊക്കെയാണ് ഇന്ന് വന്നിരിക്കുന്നത് നോക്കാം. ആൻഡ് കാര്യങ്ങളൊക്കെ ഒരുപാട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ കോട്ട്, ലെറ്റ് സ്റ്റാർട്ട് വിത്ത് എ കോട്ട് എന്ന് നമുക്കൊരു കോട്ട് ഉണ്ട്. അപ്പോൾ നമുക്ക് കോട്ട് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ കോട്ട് ഇതാണ്: വൺ ഓഫ് ദി ബെസ്റ്റ് ലെസൺസ് യു ക്യാൻ ലേൺ ഇൻ ലൈഫ് ഈസ് ടു മാസ്റ്റർ ഹൗ ടു റിമെയിൻ കാം. ചില സമയമൊക്കെ വരുമ്പോൾ നമ്മുടെ ലൈഫിൽ നമ്മൾ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആവുന്ന അവസരം ഉണ്ടാവില്ലേ? നമ്മളാകെപ്പാടെ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അപ്പോൾ ആകെപ്പാടെ ഡിസ്റ്റർബ്ഡ് ആണ്, അല്ലെങ്കിൽ ഡെസ്പടിച്ചിരിക്കുക എന്നൊക്കെ പറയും. അപ്പോൾ നമുക്കറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു ലെസനാണ്. നമ്മളിപ്പോൾ ടെൻഷൻ അടിച്ചിട്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും വരാൻ പാടില്ല, അല്ലെങ്കിൽ നമ്മൾ ദേഷ്യപ്പെട്ടിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടോ ഒന്നും ഒരു ഗുണം വരാൻ പാടില്ല. അപ്പോൾ എന്ത് ചെയ്യണം? ടേക്ക് എ ഡീപ് ബ്രെത്ത്, ബി കാം, റിമെയിൻ കാം. ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പം കാം ആയിട്ടിരിക്കാൻ ശ്രമിക്കാം, വളരെ കമ്പോസ്ഡ് ആയിട്ടിരിക്കാൻ ശ്രമിക്കുക. അതാണ് നമുക്ക് ലൈഫിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ലെസൺ ലേൺ ചെയ്യാൻ പറ്റുന്നത്, ലൈഫിൽ പഠിച്ചു വെക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ലെസൺ എന്ന് പറയുന്നത് കാം ആയിട്ടിരിക്കാൻ നമ്മളെ കൊണ്ട് പറ്റണം. കാം ആയിട്ടിരിക്കാൻ പഠിച്ചു വെക്കുക എന്നുള്ളതാണ്. സോ ആ ഒരു ഇതാവട്ടെ ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം. ലെറ്റ് സ്റ്റാർട്ട് വിത്ത് അവർ ക്ലാസ്. നമുക്ക് താമസിപ്പിക്കേണ്ട, തുടങ്ങട്ടെ. ഓരോരുത്തരായിട്ട് ജോയിൻ ചെയ്യുമ്പോഴേക്കും നമുക്ക് തുടങ്ങാം കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് Attendant മലയാളം ചാനൽ. നമ്മുടെ ആപ്പുണ്ട്. ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്തൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. പ്ലേ സ്റ്റോറിലും ഇപ്പോൾ ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ്. അപ്പോൾ ഡെയിലി ക്വേസസ് ഉണ്ട്, സബ്ജക്റ്റ് വൈസും. അതുപോലെ തന്നെ നമുക്ക് എക്സാം വൈസും ക്വേസസ് ഉണ്ട്. അറ്റൻഡ് ചെയ്യുക, മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക, പഠിക്കുക. അതുപോലെ തന്നെ നമ്മുടെ Attendant മലയാളം ചാനൽ നമുക്ക് എല്ലാ ക്ലാസ്സുകളും ഇവിടെ കിട്ടും. അതിപ്പോൾ SSC ആയിക്കോട്ടെ, ബാങ്കിങ് ആയിക്കോട്ടെ, ഇൻഷുറൻസ് ആയിക്കോട്ടെ, എല്ലാ ക്ലാസ്സുകളും ഇവിടെ കിട്ടും. അപ്പോൾ പഠിക്കുക. അതുപോലെ തന്നെ ഫ്രീ ആയിട്ടുള്ള കണ്ടൻറ്റ് യൂസ് ചെയ്യുക. എഡിറ്റോറിയൽ സെഷൻസ്, അതുപോലെ കറണ്ട് അഫെയർ സെഷൻസ് ഉണ്ട് മോർണിംഗ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് PYQ, എക്സാം അനാലിസിസ്, അങ്ങനെ ഒരുപാട് ക്ലാസ്സുകളുണ്ട്. ഫോം ഫില്ലിംഗ്, ഒരു നോട്ടിഫിക്കേഷനും മിസ് ഔട്ട് ആവാതെ നമ്മൾ പോകാറുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് യൂട്ടിലൈസ് ചെയ്യുക ഏറ്റവും കൂടുതലായിട്ട്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക, മറ്റുള്ളവർക്കൊന്ന് സജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ലെറ്റ്സ് മൂവ് ടു ദി ആർട്ടിക്കിൾ. ഇന്ന് എല്ലാ ദിവസത്തെയും പോലെ 2 ആർട്ടിക്കിളാണ്. അപ്പോൾ ഒരു ആർട്ടിക്കിൾ എന്ന് പറയുന്നത് നമ്മുടെ യൂണിവേഴ്സിറ്റി UGCയുടെ സ്കീം അനുസരിച്ച് യൂണിവേഴ്സിറ്റി പേപ്പർ നമ്മുടെ UGC ഗ്രാൻസ് കമ്മീഷൻ്റെ സ്കീം അനുസരിച്ച് PhD എടുക്കാൻ പോകുന്ന, ഡോക്ടറേറ്റ് എടുക്കാൻ പോകുന്ന ആൾക്കാരിൽ നിർബന്ധമായിട്ടും അത് വളരെ മാൻഡേറ്ററി ആയിട്ട് റിസർച്ച് പേപ്പേഴ്സ് അവർ പബ്ലിഷ് ചെയ്തിരിക്കണം. എന്നാൽ IIT പോലുള്ള മറ്റ് സ്ഥാപനങ്ങളുണ്ട്, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ. അപ്പോൾ അങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ മാൻഡേറ്ററി ആയിട്ട് റിസർച്ച് പേപ്പർ നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ UGCയുടെ ഒരു സ്കീം അനുസരിച്ച്, പാറ്റേൺ അനുസരിച്ച് PhD എടുക്കാൻ പോകുന്ന എല്ലാ സ്കോളേഴ്സും നിർബന്ധമായിട്ടും അവരുടെ പേരിൽ റിസർച്ച് പേപ്പേഴ്സ് പബ്ലിഷ് ചെയ്തിരിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ റിസർച്ച് പേപ്പേഴ്സ് പബ്ലിഷ് ചെയ്യുന്നതിൻ്റെ കാര്യത്തിൽ വേണ്ടിയിട്ട് ഒരുപാട് PhD സ്കോളേഴ്സ് ഇപ്പോൾ കഷ്ടപ്പെടാറുണ്ട് ഭയങ്കരമായിട്ട്. അപ്പോൾ അതിനെപ്പറ്റി ഒരു ആർട്ടിക്കിളാണ്. അപ്പോൾ ഇനി മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യം എടുത്ത് മാറ്റണം. കാരണം വെച്ചാൽ ഇങ്ങനെ നിർബന്ധമായിട്ടും നമ്മൾ ഇത് കൊടുക്കുന്നുണ്ട്. UGCയുടെ സ്കീം അനുസരിച്ച് നിർബന്ധമായിട്ടും റിസർച്ച് പേപ്പേഴ്സ് കൊടുക്കുന്നത് കൊണ്ട് ആ പേപ്പറിൻ്റെ ക്വാളിറ്റി കുറയാണ്, ഇൻഫീരിയർ ക്വാളിറ്റിയിലോട്ട് വരുന്ന പോർ ക്വാളിറ്റി ഓഫ് റിസർച്ച് പേപ്പേഴ്സ് കൊണ്ടപ്പോൾ എന്തോ വഴിപാടിന് വേണ്ടി അങ്ങ് ചെയ്തു വെക്കുകയാണ്, അല്ലാതെ പേപ്പറിനൊരു ക്വാളിറ്റി ഇല്ല എന്നൊരു അഭിപ്രായം വന്നു. അങ്ങനെ ഒരു അഭിപ്രായം വന്നതുകൊണ്ട് തന്നെ UGC അവരുടെ നയം മാറ്റുന്നു എന്നൊരു ആർട്ടിക്കിളാണ്. അപ്പോൾ അത് നല്ലതാണോ ശരിയാണോ എന്നുള്ളത് രണ്ടാമത്തെ വിഷയം. അപ്പോൾ അതിനെതിരെ ഒരു കാര്യം നമ്മൾ മാറ്റുമ്പോൾ നമ്മളെപ്പോഴും പറയുമല്ലോ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് വേറൊരു വിഷയം. അപ്പോൾ അതിനെപ്പറ്റി ഒരു ആർട്ടിക്കിളുണ്ട്. രണ്ടാമത്തെ ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ഫിനാൻസ് ആർട്ടിക്കിളാണ്. ആൻഡ് ഫിനാൻസ് ആർട്ടിക്കിൾ ഒന്നും നമ്മൾ വിടാറില്ല. ഫിനാൻസ് ആർട്ടിക്കിളാണ് നമുക്ക് പാൻഡമിക്കിനൊക്കെ ശേഷം നമ്മുടെ ഇമ്പോർട്ടൻറ്റ് എക്സ്പേർട്സിൻ്റെ മെഷറിങ് കറക്റ്റ് ആക്കണം, ട്രേഡ് മെഷർ കറക്റ്റ് ആക്കി വെക്കണം എന്നുള്ള ഒരു ആർട്ടിക്കിളാണ്. ആൻഡ് ദാറ്റ് ഈസ് ദി ആർട്ടിക്കിൾ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ഇന്ന്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ആർട്ടിക്കിൾ ഡിസ്കസ് ചെയ്യാം. അതിന് മുമ്പ് നമ്മുടെ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ഫ്രേസൽ വെർബ്സ്, വൺ വേർഡ്സ്, ഇഡിയംസ് ഒക്കെ വെച്ച് നമുക്ക് തുടങ്ങാം. ഇപ്പോൾ എന്താ പറ്റി? ആകെപ്പാടെ ഒരു ഉഷാറില്ലായ്മയാണോ എല്ലാവരും? എന്താ പറ്റി? നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കാറില്ലേ പിള്ളേരെ? ആർക്കും ഷെയർ ചെയ്ത് കൊടുക്കാറില്ല. നമ്മുടെ എഡിറ്റോറിയൽ ആൾക്കാർ കുറയുന്നുണ്ടല്ലോ. എന്താ പറ്റി നിങ്ങൾക്ക്? വാട്ട് ഹാപ്പൻ ടു യു? നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുന്നൊന്നുമില്ല, എനിക്കത് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. ഒരു സ്നേഹമൊന്നുമില്ല പിള്ളേരെ. അപ്പോൾ നിങ്ങൾ പരമാവധി എല്ലാവരോട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മുടെ ആർട്ടിക്കിൾ ഉണ്ട്, നമ്മുടെ എഡിറ്റോറിയൽ ഉണ്ട്, രാവിലെ 8:30 മണിക്ക് ഉപയോഗിക്കുന്നില്ല പലരും ഇപ്പോൾ. അപ്പോൾ നിങ്ങളത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക പരമാവധി കേട്ടോ. ഷോ മീ സം ലവ് ആൻഡ് സപ്പോർട്ട്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എഡിറ്റോറിയൽ വേണമെങ്കിൽ ഞാൻ ജസ്റ്റ് നിർത്തിയേക്കാം. ഓക്കെ, അപ്പോൾ ലെറ്റ് സ്റ്റാർട്ട്. അപ്പോൾ നമ്മുടെ ഇഡിയംസ്, ഫ്രേസസ്, വൺ വേർഡ്സ് വെച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഫൈൻഡ് വൺസ് ഫീറ്റ്. അവനവൻ്റെ
ഫീറ്റ് കണ്ടെത്തുക, സ്വന്തം ഒരു കാലിൽ നിൽക്കുക, നിലയ്ക്ക് നിൽക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. അല്ലെങ്കിൽ അഡാപ്റ്റ് ടു സംതിങ്, ഒരു കാര്യത്തോട് അഡാപ്റ്റ് ചെയ്യുക, അഡ്ജസ്റ്റ് ടു സംതിങ് എന്നുള്ളതാണ്. ഹായ് രജിൻ, ഹലോ, ഗുഡ് മോർണിംഗ്. പാർവതി ഗുഡ് മോർണിംഗ്. ഓക്കെ, നന്ദിഷ കോമൻറ്റ് ബോക്സിൽ ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ, ഞാൻ നോക്കാവേ, ഞാൻ സംശയം. ഓക്കെ, ഞാൻ നോക്കാം കേട്ടോ. ഐശ്വര്യ ഗുഡ് മോർണിംഗ്. സേവ ഗുഡ് മോർണിംഗ്. ഓൾ റൈറ്റ്, അപ്പോൾ നമുക്ക് നോക്കാം. ഷമാസേ ഗുഡ് മോർണിംഗ്. അപ്പം നമ്മൾ പറയില്ലേ സ്വന്തം കാലം നിൽക്കുക എന്നൊക്കെ പറയുമല്ലോ. സ്വന്തം കാലം നിൽക്കുക എന്ന് പറയുമ്പോൾ വേറെ ഒന്നുമില്ല, എന്ത് സിറ്റുവേഷനാണ് നമ്മുടെ ലൈഫ് വരുന്നത്, ആ സിറ്റുവേഷനോട് നമ്മൾ എന്ത് ചെയ്യുക, അഡാപ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യുക. അതിനാണ് ഫൈൻഡ് വൺസ് ഫീറ്റ് എന്ന് പറയാം. അടുത്തത് അറ്റ് ഓർ ഇൻ വൺ ഗോ. അറ്റ് വൺ ഗോ അല്ലെങ്കിൽ ഇൻ വൺ ഗോ യൂസേജ് ഉള്ളതാണ്, ഫ്രേസാണ്. ഇത്രേ ഉള്ളൂ. വിത്തൗട്ട് സ്റ്റോപ്പിംഗ്, നിർത്താതെ നമ്മൾ ഒറ്റ അടിക്ക് ചെയ്യുക. ഇൻ വൺ ഗോ എന്ന് പറഞ്ഞാൽ, അറ്റ് വൺ ഗോ എന്ന് പറഞ്ഞാൽ ഇൻ വൺ അറ്റംപ്റ്റ്, ഒറ്റ അറ്റംപ്റ്റ് നമ്മളൊരു കാര്യം നിർത്താതെ വിത്തൗട്ട് സ്റ്റോപ്പിംഗ് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ യു ക്യാൻ സേ അറ്റ് വൺ ഗോ അല്ലെങ്കിൽ ഇൻ വൺ ഗോ എന്ന് പറയാം. ഫ്രേസാണ്, ഓർത്തോളാം. ഓക്കെ, അടുത്തത് കം അബൌട്ട്. എന്താണ് കം അബൌട്ട്? കം അബൌട്ട് എന്ന് പറഞ്ഞാൽ ഹാപ്പൻ ചെയ്യുക, സംഭവിക്കുക, അല്ലെ, ഒക്കർ ചെയ്യുക. ദാറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ്. ഹാപ്പൻ ചെയ്യുക, നടക്കുക, സംഭവിക്കുക, ഒരു കാര്യം സംഭവിക്കുക, അതാണ് കം അബൌട്ട്, അല്ലെ, ഹാപ്പൻ ചെയ്യുക, അതാണ് കം അബൌട്ട് എന്ന ഫ്രേസിൽ വേർബിൻ്റെ അർത്ഥം. അടുത്ത ഗോ ത്രൂ സംതിങ്, ഒരു കാര്യത്തോട് നമ്മൾ ഗോ ത്രൂ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ, നമ്മൾ അതിലൂടെ കടന്നു പോവാണ്, അണ്ടർഗോ ചെയ്യുക അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യുക, അതാണ് ഗോ ത്രൂ. കേട്ടിട്ടുള്ളതാണ്, സ്ഥിരമായിട്ടുള്ള കാര്യമാണ്, പുതിയതായിട്ടൊന്നും ഉള്ളതല്ല. അപ്പോൾ ഗോ ത്രൂ ചെയ്യുക എന്ന് പറഞ്ഞാൽ, അല്ലേ, ഐ വെൻറ്റ് ത്രൂ, ഗോയുടെ പാസ്റ്റൻസ് വരുമ്പോൾ ഐ വെൻറ്റ് ത്രൂ എ ലോട്ട് ഓഫ് എക്സ്പീരിയൻസസ്, ഐ വെൻറ്റ് ത്രൂ എ ലോട്ട് ഓഫ് മിസ്ആപ്സ് എന്നൊക്കെ നമ്മൾ പറയുന്നിട്ടില്ലേ, പലരും പറയുന്നിട്ടില്ലേ, അതിനെയാണ്. ഇപ്പോൾ ഇവിടെ പോയപ്പോൾ അവിടെ ഇത് സംഭവിച്ചു അതിലൂടെ നിന്ന് കടന്നുപോയി എന്നൊക്കെ പറയില്ലേ, ദാറ്റ് ഈസ് അണ്ടർ വെൻറ്റ് എന്ന് പാസ്റ്റൻസ് വരും, എക്സ്പീരിയൻസ് എന്ന് പറയുന്ന സാധനം. ഓക്കെ, ഓർത്തിച്ചുള്ള. അടുത്ത ഇൻ ലൈൻ വിത്ത്. എന്താണ് ഇൻ ലൈൻ വിത്ത്? അതിനോട് ചേർന്ന് പോകാന്നുള്ളതാണ്, അല്ലേ. ഇൻ അലൈൻമെൻറ്റ് വിത്ത് അല്ലെങ്കിൽ ഇൻ അക്കോർഡൻസ് വിത്ത്, അതിനോട് കൂടി ചേർന്ന്, ഒരു കാര്യത്തോട് കൂടി അറ്റ് ദ സെയിം ഇത്, അല്ലേ, സെയിം ലൈനിലോട്ട് പോകുന്ന ഒരു കാര്യം, അതായത് പാരലൽ ആയിട്ട് പോവുക. ഇൻ ലൈൻ വിത്ത് മീൻസ് പാരലൽ ടു സംതിങ് ആണ്, അതിനോട് ചേർന്നങ്ങ് പോകുന്നു എന്നാണ് ഇൻ ലൈൻ വിത്ത്. ഇൻ അക്കോർഡൻസ് വിത്ത് അല്ലെങ്കിൽ ഇൻ അലൈൻമെൻറ്റ് വിത്ത് അല്ലെങ്കിൽ പാരലൽ ടു സംതിങ് എന്നുള്ള രീതിയിലാണ് ഇൻ ലൈൻ വിത്ത് എന്ന ഫ്രേസിൻ്റെ അർത്ഥം. ഓർത്ത് വെച്ചോണം, ഇൻ ലൈൻ വിത്ത്, മറക്കണ്ട, ഇൻ ലൈൻ വിത്ത്. അടുത്തത് അപ്പ് യുവർ ഗെയിം. അപ്പ് യുവർ ഗെയിം എന്ന് പറഞ്ഞാൽ, ഓർ അതിനെ തന്നെ നമുക്ക് വേറൊരു രീതിയിൽ പറയാം, റേസ് യുവർ ഗെയിം എന്ന് പറയാം. അപ്പ് യുവർ ഗെയിം അല്ലെങ്കിൽ റേസ് യുവർ ഗെയിം എന്ന് പറഞ്ഞാൽ ഈ യോറിൻ്റെ സ്ഥാനത്ത് നിങ്ങൾക്ക് എന്ത് കൊടുക്കാം കേട്ടോ. ഹിസ് ഗെയിം, ഹെർ ഗെയിം, വൺസ് ഗെയിം എന്ത് വേണമെങ്കിലും കൊടുക്കാം. നൗണും കൊടുക്കാം, പൊസഷൻ കൊടുക്കാം, എന്ത് കൊടുക്കാം, ഏത് പൊസിറ്റീവും കൊടുക്കാം കേട്ടോ. അപ്പം അപ്പ് യുവർ ഗെയിം എന്ന് പറഞ്ഞാൽ ഇംപ്രൂവ് ദ വേ യു ഡു സംതിങ്. പോരാ, യു ഹാവ് ടു അപ്പ് യു ഗെയിം ടു അച്ചീവ് ദ ഗോൾ. ഇങ്ങനെ പോയാൽ കാര്യമില്ല, നീ ഇപ്പോൾ ചെയ്യുന്നതിനെ നന്നായി ഇമ്പ്രൂവ് ചെയ്യണം. ഇമ്പ്രൂവ് ദ വേ യു ഡു സംതിങ്. നീ ചെയ്യുന്ന കാര്യത്തെ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്താലേ നിനക്ക് സംഭവം എത്താൻ പറ്റുള്ളൂ കേട്ടോ എന്ന് നമ്മൾ പറയാറില്ലേ, അതിനാണ് അപ്പ് യു ഗെയിം എന്ന് പറയാം കേട്ടോ, ഓർത്ത് വെച്ചണം. ആർക്കും മൈൻഡില്ലേ? ഐശ്വര്യ, അതെനിക്കിഷ്ടപ്പെട്ടു. വേണം ഇങ്ങോട്ട് വരട്ടെ എന്നുള്ളത് കൊള്ളാം. അതെ, പിന്നല്ല. ഓ റെജിന, എൻ്റെ പൊന്നടാവേ, നീ കൊള്ളാലോ, എനിക്ക് വയ്യ. ഓക്കെ, മാരിങ് ബിഫോർ ഫൈൻഡിങ് ഹർ ഫീറ്റ് വാസ് കൺസിഡേർഡ് അബ്സേർഡ്. ദാറ്റ്സ് ഗ്രേറ്റ്, കൊള്ളാം. ഓക്കെ, അപ്പോൾ ഗുഡ് മോർണിംഗ് പീപ്പിൾ. ക്ലൈമറ്റൊക്കെ മാറിയല്ലേ അനുപേ? ക്ലൈമറ്റ് മാറിയപ്പോൾ എനിക്ക് ചെറുതായിട്ട് എൻ്റെ സൗണ്ടൊക്കെ ഒന്ന് പോയി. ത്രോട്ടിനൊരു ചെറിയൊരു പ്രശ്നം, ക്ലാസ് എടുക്കുന്നതിന് കോൾഡ്, അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ക്ലൈമറ്റ് മാറിയിട്ടുണ്ട്, കാലാവസ്ഥ മാറി. ഞാൻ തിരിച്ച് നാട്ടിലോട്ട് എത്തിയപ്പോഴും കാലാവസ്ഥ മാറി. ഷീ ക്ലിയർ ദ ബാങ്ക് എക്സാം ഇൻ വൺ ഗോ. ദാറ്റ്സ് ഗ്രേറ്റ്. അപ്പോൾ ഇന്ന് SBI ക്ലർക്ക് എക്സാം ഒക്കെ എഴുതാൻ പോകുന്ന നമ്മുടെ സ്റ്റുഡൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്ത്. അല്ലാതെ ഇന്നലെ ഓൾ ദി ബെസ്റ്റ് പറഞ്ഞാൽ എന്നാലും ലൈവിൽ ഒന്നുകൂടി പറയാണ്. അപ്പോൾ എക്സാം എഴുതാൻ പോകുന്നവർക്കൊക്കെ വെരി ഓൾ ദി ബെസ്റ്റ്. നന്നായി പോയി പരീക്ഷ എഴുതിയിട്ട് വരാം. പറഞ്ഞ പോലെ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യുന്നതിലാണ് കാര്യം. അപ്പോൾ അത് കൃത്യമായിട്ട് അപ്ലൈ ചെയ്യാൻ നിങ്ങളെ കൊണ്ട് പറ്റട്ടെ. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, യെസ്. സത്യം അനൂപ്, ഇപ്പോൾ ഊട്ടി പോലെ ഉണ്ട്. എന്തായാലേ കാലാവസ്ഥ മാറുന്നേ, എത്ര പെട്ടെന്നാണല്ലേ. എന്താണ് നമ്മുടെ അവസ്ഥ ആവോ. അപ്പോൾ നമുക്ക് നോക്കാം, ലെറ്റ്സ് സീ. അപ്പോൾ നോക്കിയേ, ഇന്നത്തെ മറക്കണ്ട ഫ്രേസൽ വെർബ്സ് ഒന്നും മറക്കണ്ട. ഫൈൻഡ് വൺസ് ഫീറ്റ്, അറ്റ് ഓർ ഇൻ വൺ ഗോ, കം അബൌട്ട്, ഗോ ത്രൂ, ഇൻ ലൈൻ വിത്ത്, or up your game or raise your game. Markanda tom. If Parvati is persistent like this, she will crack the UPSC exam in one go. That's great. Mama told me that I should crack my exam in one go. That's great sentence. Moving to words, നമുക്ക് വൊക്കാബുലോട്ട് പോകാം. അടുത്ത വൊക്കാബുലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ കോഴ്സുകൾക്കൊക്കെ 17% ഡിസ്കൗണ്ട് ഉണ്ട്, അറിയാലോ. നമ്മൾക്ക് വരാൻ പോകുന്ന കോഴ്സുകളുണ്ട്, ഇപ്പോൾ ഉള്ള കോഴ്സുകളുണ്ട്. യൂസ് മൈ കോഡ് Y314 ഉപയോഗിച്ച് നിങ്ങൾക്ക് കോഴ്സ് പർച്ചേസ് ചെയ്യാം. നമ്മുടെ SSC CGLൻ്റെ 50 ഡേയ്സിൻ്റെ ക്രാഷ് കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ 31-ാം തീയതി സ്റ്റാർട്ട് ചെയ്താണ്. ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. ഇനിയും പഠിച്ചു തുടങ്ങാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പഠിക്കണം കേട്ടോ. നിങ്ങൾ കോഴ്സ് എടുക്കില്ല രണ്ടാമത്തെ കാര്യം, ബട്ട് നിങ്ങൾ പഠിക്കുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അപ്ലൈ ചെയ്തവരെല്ലാവരും പഠിച്ചിരിക്കുക. കാരണം വൺസ് യു അപ്ലൈഡ് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആ ഒരു ഇതിലോട്ട് എത്തണമെങ്കിൽ അപ്ലൈ ചെയ്തവർ പഠിച്ചു തന്നെ പോകണം. കാരണം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, അതിനെ നന്നായിട്ട് ഉപയോഗിക്കുക, യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ കയ്യിലിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ കോഴ്സ് അവൈലബിൾ ആണ്. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്, യു നീഡ് എ ഡിറക്ഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും വരാം. അല്ലാതെ പഠിക്കുകയാണെങ്കിൽ യൂട്യൂബിലും ക്ലാസ്സുകളുണ്ട്, ഈവനിങ് സെഷൻസിൽ നിങ്ങൾ പരമാവധി അത് യൂട്ടിലൈസ് ചെയ്യാം. അതുപോലെ തന്നെ SSC GDയുടെ ക്ലാസ്സുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് നവംബർ 14-ാം തീയതി. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഫോഴ്സിലേക്ക്, സെൻട്രൽ ഫോഴ്സിലോട്ട് നിങ്ങൾ നോക്കുന്നത് 10th ലെവൽ ക്വാളിഫിക്കേഷനുള്ളൂ. അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് ഇനിയും ഉണ്ട്. നവംബർ 30-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് അപ്ലൈ ചെയ്യണം. 26 വയസ്സാണ് ലിമിറ്റ് ഉള്ളത്. പിന്നെ റിലാക്സേഷൻ ഓഫ് കോഴ്സ് ഉള്ളവർക്ക് ഉണ്ട്, റിലാക്സേഷൻ ഉണ്ട്, നോർമൽ റിലാക്സേഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഇതിലൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഫോഴ്സിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഓഫ് കോഴ്സ് 10ാം ക്ലാസ് യോഗ്യതയാണ് നിങ്ങൾക്ക് വേണ്ടത്. അപ്പോൾ അപ്ലൈ ചെയ്ത ഓപ്പർച്യൂണിറ്റീസ് ഒരിക്കലും മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ അത് തട്ടിക്കളയരുത്. എപ്പോഴും അത് ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. സോ ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ GD ക്ലാസ്സുകൾ നമ്മൾ എന്തായാലും സ്റ്റാർട്ട് ചെയ്യും. ഇന്ന് വൈകിട്ട് 9 മണിക്ക് ഞാൻ GDയുടെ ഒരു ക്ലാസ്സുമായിട്ട് വരുന്നുണ്ട്. PYQ നിങ്ങൾക്ക് പറഞ്ഞുതരാം എങ്ങനെയാണ് ഇംഗ്ലീഷിലെ PYQ. ഇംഗ്ലീഷ് ശരിക്കും പറഞ്ഞാൽ GD വളരെ സിമ്പിളാണ് കേട്ടോ. വളരെ സിമ്പിൾ ക്വസ്റ്റൻസ് ആണ് GDയിൽ വന്നിരിക്കുന്നത്. 10th ലെവൽ അല്ലേ, അപ്പം വളരെ സെൻട്രൽ എക്സാം ആണെങ്കിൽ പോലും വളരെ സിമ്പിൾ ലെവലുള്ള ക്വസ്റ്റൻസ് ഒക്കെയാണ്. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വിടാം. ആൻഡ് മൂവിങ് ടു വേർഡ്സ്. അടുത്ത വേർഡ് പിടിച്ചോ, റിവേർട്ട് ചെയ്യുക. യു നോ വാട്ട് ഇറ്റ് ഇസ് റിവേർട്ട് ചെയ്യുക. നമ്മൾ പലപ്പോഴും ഇൻഫോർമലായിട്ട് പറയും റിവേർട്ട് ടു മീ അല്ലേ, റിവേർട്ട് ടു മീ. ദാറ്റ്സ് റോങ്, അത് റോങ് ആണ്. റിവേർട്ട് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ റിട്ടേൺ ചെയ്യുകയാണെന്നാണ് അർത്ഥം. റിവേർട്ട് ടു സംതിങ് എന്ന് പറഞ്ഞാൽ റിട്ടേൺ ടു സംതിങ്, ഗോ ബാക്ക്, റിഗ്രസ് ചെയ്യുക, റിട്രോഗ്രേഡ് ചെയ്യുക, എന്താ തിരിച്ചു വരിക, മടങ്ങി വരിക, അതിനാണ് റിവേർട്ട് ചെയ്യുക എന്ന് പറയാം. സോ റിവേർട്ട് എന്ന് പറഞ്ഞാൽ റിട്ടേൺ ചെയ്യുക, തിരിച്ചു വരിക, ഗോ ബാക്ക് എന്നൊക്കെയാണ് അർത്ഥം. ഓക്കെ, ക്ലിയർ അല്ലേ? ഓർത്ത് വെച്ചോണം കേട്ടോ. യെസ്. ഗുഡ് മോർണിംഗ് എമിൽ. എവിടെയായിരുന്നു? കുറച്ചായല്ലോ ഇപ്പം നിങ്ങളൊക്കെ കണ്ടിട്ട്. നിങ്ങളൊക്കെ കുറച്ച് നാളായിട്ട് നിങ്ങളിപ്പം എന്താ പറയുക, കുറച്ച് പേരെയൊക്കെ എനിക്ക് ഇപ്പം മിസ് ചെയ്യുന്നു. ദാറ്റ് മീൻസ് യു ആർ നോട്ട് കമ്മിങ് ഫ്രീക്വൻ്റ്ലി. ഷീ ഡിസൈഡ് ടു റേസ് എ ഗെയിം ആൻഡ് ക്ലിയർഡ് ദി എക്സാം ആൻഡ് വൺ ഗോ. ദാറ്റ്സ് ഗ്രേറ്റ്. യെസ്. ചിത്രാഞ്ജലി, ഗുഡ് മോർണിംഗ്. എമിലെ, ഗുഡ് മോർണിംഗ്. She went through a lot of struggles to get a good life. That's great. കുറവുണ്ടടാ എമിലെ, കുറവുണ്ട്. പക്ഷെ കാലാവസ്ഥ മാറിയത് തന്നെയാണെന്ന് തോന്നുന്നു. തലയ്ക്ക് ഒക്കെ ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. GD എക്സാം എപ്പോൾ കാണുന്നു? GD എക്സാം ഇപ്പോൾ നവംബറിലല്ലേ ക്ലോസ് ചെയ്യുള്ളൂ. അപ്പം മിക്കവാറും നമുക്ക് നവംബർ 13 ക്ലോസ് ചെയ്താൽ ഡിസംബർ വിൽ ഗെറ്റ് 1 month. അത് കഴിഞ്ഞിട്ട് ജാൻ ആയിരിക്കും മിക്കവാറും എക്സാം വരാൻ പോവാം. ജാൻ ആയിരിക്കാം, അങ്ങനെയാണൊരു ഊഹം. CHSL എക്സാം എപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നു? CHSL എക്സാം അല്ലല്ലോ, CHSL നോട്ടിഫിക്കേഷൻ വന്നില്ലല്ലോ ഹരിവർദ്ധൻ. നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നേ ഉള്ളൂ. എക്സാം അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഫെബൊക്കെ ആയിരിക്കും. ഫെബാണ് വരാൻ പോകുന്നത്. അങ്ങനെയാണ് വരുന്നത്. CGL എക്സാം ആണെങ്കിൽ നമ്മുടെ ഡിസംബർ 1 മുതൽ 13 വരെയുള്ള ദിവസങ്ങളിലായിരിക്കും വരാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഹരി കുറേ ആയിടാ വന്നിട്ട്. ഹരി ജോലിക്കാരനല്ലേ, ഹരി തിരക്കാണ്. അതെ, ഇതാര് റെജിനോന്ന്. റിവേർട്ട് മൈ മാനേജേഴ്സ് ഫേവറേറ്റ് വേർഡ്. റിവേർട്ട് ഫേവറേറ്റ് ഉണ്ട്. എല്ലാ മൾട്ടിനാഷണൽ കമ്പനീസിലും റിവേർട്ട് ചെയ്യുക എന്നുള്ള യൂസേജ് ഉണ്ട്. ബട്ട് ദാറ്റ്സ് റോങ്, അതാണ്. ഓക്കെ. PSC മാറിയ പോലെ SSCയും എങ്ങനെയും മാറുമോ? PYQ പഠിച്ചാൽ മതിയോ? ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും അങ്ങനെയാണ്. അതാ മിസ് അങ്ങനെ ചോദിച്ചു. കുഴപ്പമില്ല, അല്ല PYQ പോലെ തന്നെയാണ്. SSCക്ക് അങ്ങനെ പ്രത്യേകത ഉണ്ട്. പെട്ടെന്ന് അങ്ങനെ പാറ്റേൺ മാറ്റുന്നൊരു പരിപാടി SSCക്ക് ഇല്ല. അതുകൊണ്ട് ടെൻഷൻ അടിക്കേണ്ട. SSCക്ക് നമ്മൾ സേഫ് സോണിലാണ്. ഇവിടെ സേഫാണ് ചേട്ടാ അല്ലേ. റെക്കോർഡ് സെഷൻ കാണാറുണ്ടല്ലേ? ഓ, അന്ന് കുഴപ്പമില്ല. എന്നാൽ എമിലെ കുഴപ്പമില്ല, നീ റെഗുലറായിട്ട് പൊക്കോണം. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഷീ റിവേർട്ടഡ് ബാക്ക് ടു ഹെർ ഓൾഡ് മെമ്മറീസ് ഇൻ കോളേജ്. ഇതാ ഞാൻ റിട്ടേൺ ബാക്ക് അല്ലേ, റിവേർട്ടഡ് ബാക്ക്. ഓക്കെ, ദാറ്റ്സ് ഗ്രേറ്റ്. റിവേർട്ടഡ് ബാക്ക് എന്ന് പറയില്ല, റിവേർട്ടഡ് ടു മതി. അതിൻ്റെ അർത്ഥമേ റിവേർട്ടിൻ്റെ അർത്ഥം റിട്ടേൺ ഗോ ബാക്ക് എന്നാണ്. അപ്പോൾ നീ റിവേർട്ടഡ് ബാക്ക് വേണ്ട, ഇങ്ങനെ കൊടുത്താൽ മതി. എമിലെ ഷീ റിവേർട്ടഡ് ടു ഹെർ ഓൾഡ് മെമ്മറീസ് ഇൻ കോളേജ് എന്ന് കൊടുക്കട്ടോ. ഷീ ഈസ് റിവേർട്ടഡ് കാത്തലിക് ആഫ്റ്റർ ഷീ ഈസ് റിവേർട്ടഡ് ടു Catholic after she went through abysmal situations in life. കേട്ടോ, ഷീ ഈസ് റിവേർട്ടഡ് ടു കാത്തലിസിസം എന്ന് കൊടുക്കുക. അതാണ് നൗൺ വരേണ്ടത്. ഷീ റിവേർട്ടഡ് ടു കാത്തലിസിസം. കേട്ടോ. ഐ റിവേർട്ട് ഫ്രം സ്കൂൾ ഇല്ല, ഐ റിവേർട്ട് ടു സ്കൂൾ. ചിത്രാഞ്ജലി, റിവേർട്ടിൻ്റെ കൂടെ കൊടുക്കേണ്ട ഫിക്സഡ് പ്രൊപ്പോസിഷൻ ഏതാണ്? ടു കൊടുക്കണം. ടു, റിവേർട്ട് ടു സംതിങ്. ഓക്കെ, ഓർക്കാം. അടുത്ത സബ്സിക്വൻ്റ് അറിയാലോ. സബ്സിക്വൻ്റ് എന്ന് പറഞ്ഞാൽ ഫോളോവിങ്, അതിന് പുറകെ വരുന്ന, ഫോളോ ചെയ്യുന്ന. എൻസൂവിങ് അല്ലെങ്കിൽ സക്സീഡിങ്, ദാറ്റ് ഇസ് സബ്സിക്വൻ്റ്. ഫോളോവിങ് അല്ലെങ്കിൽ എൻസൂവിങ് അല്ലെങ്കിൽ സക്സീഡിങ് എന്നാണ് സബ്സിക്വൻ്റ് എന്ന അഡ്ജക്റ്റീവിൻ്റെ അർത്ഥം.
അടുത്തത് ഇസ് കമ്പൈൽ. കമ്പൈൽ ചെയ്യുക, നമ്മളൊരു കാര്യത്തിനെ കമ്പൈൽ ചെയ്യുക, കൂട്ടിച്ചേർക്കുക പറയില്ലേ. അസംബിൾ ചെയ്യുക, പുട്ട് ടുഗെദർ, കൊളേറ്റ്, കമ്പോസ്, ഗ്യാദർ എന്ന ഗാർണർ ഒക്കെ പറയില്ലേ, അതാണ് കമ്പൈൽ എന്ന വാക്കിൻ്റെ അർത്ഥം. അസംബിൾ, ഗാർണർ, മസ്റ്റർ അല്ലേ, പുട്ട് ടുഗെദർ, കൊളേറ്റ്, കമ്പോസ് എന്നൊക്കെ അർത്ഥമാണ് കമ്പൈൽ എന്ന. കമ്പൈലേഷൻ അറിയാലോ അല്ലേ, കമ്പൈലേഷൻ ഓഫ് മൈ വർക്ക്, എൻ്റെ വർക്ക്സിൻ്റെ കമ്പൈലേഷനാണ് ഇത് എന്നൊക്കെ പറയില്ലേ. അന്തോളജി എന്നൊക്കെ പറയില്ലേ, പോംസിൻ്റെ ഒക്കെ കമ്പൈലേഷൻ, അതുപോലെ കമ്പൈലേഷൻ നൗണാണ്. കമ്പൈലേഷൻ ഓർത്തോണെ, കമ്പൈൽ വേർബ്, കമ്പൈലേഷൻ നൗണ്. ഓക്കെ. അടുത്ത് മാർ, MAR പാസൻസിലോട്ട് വരുമ്പോൾ MARRED, മാർഡ് കേട്ടോ, മാർഡ്. അപ്പോൾ അത് തന്നെയാണ് V2 വരുന്നത്, V2 and V3 വരുന്നത്. അപ്പോൾ മാർ ചെയ്യുക എന്ന് പറഞ്ഞാൽ സ്പോയിൽ ചെയ്യുക, നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ, കുളമാക്കുക എന്നൊക്കെ നമ്മൾ പറയില്ലേ, ചളമൊക്കെ കുളമാക്കുക. ദാറ്റ് ഇസ് മാർ ചെയ്യുക, സ്പോയിൽ ചെയ്യുക, റൂയിൻ ചെയ്യുക, ഇമ്പയർ ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് പറയാം എന്താ ഡിസ്ഫിഗർ ചെയ്യുക, ഡിഫോം ചെയ്യുക എന്നൊക്കെ പറയാം. ദാറ്റ് ഇസ് മാർ. മാർ എന്ന വാക്കിനർത്ഥം സ്പോയിൽ ചെയ്യുക, റൂയിൻ ചെയ്യുക, ഇമ്പയർ ചെയ്യുക, ഡിസ്ഫിഗർ ചെയ്യുക, ഡിഫോം ചെയ്യുക എന്നൊക്കെ നമുക്ക് പറയാം. ഓക്കെ, ഓർത്ത് വെച്ചോണേ. Sana was reverted to her college hostel because she felt suffocated. There. അവിടെ reverted to കേട്ടോ, റിട്ടേൺ ടു ആണ്, ടു വേണം. ഇല്ലടാ, വയനാട്ടിൽ ബീച്ചില്ല, വയനാട്ടിൽ നമുക്ക് കടലില്ലടാ, കടലില്ലാത്ത ഏരിയ ആണ്. വയനാട്ടിലും ഇടുക്കിയിലൊന്നും കടലില്ല. ഷോഫർ എക്സാം ഡേറ്റ് വന്നിട്ടില്ലല്ലോ, മിക്കവാറും ഡിസംബർ ലാസ്റ്റോ ജാനൊക്കെ ആവും രാഹുൽ കേട്ടോ. ഷോഫർ ബട്ട് റിവേർട്ടഡ് മുസ്ലിം എന്ന് പറയാറില്ലേ, കൺവേർട്ടഡ്, അത് പറയാം. നീ ഉദ്ദേശിക്കുന്നത് റിവേർട്ടഡ് കാത്തലിക്, കൺവേർട്ടഡ് ആയിട്ടുണ്ടെന്നോ? അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ കൊടുക്കണം ഷമാസെ, അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ കൊടുക്കുക. ഷീ ഈസ് അ റിവേർട്ടഡ്. അവിടെ മിസ്സിങ് എന്താ? അവിടെ എന്താ മിസ്സിങ്? ആർട്ടിക്കിൾ മിസ്സിങ് ആണ്. ഷീ ഈസ് അ റിവേർട്ടഡ് കാത്തലിക് ആഫ്റ്റർ ഷീ വെൻറ്റ് ത്രൂ അബ്സിമൽ സിറ്റുവേഷൻസ് ഇൻ ലൈഫ് എന്ന് കൊടുക്കുക. ഷീ ഈസ് അ റിവേർട്ടഡ് കാത്തലിക്, ഒരു റിവേർട്ടഡ് കാത്തലിക് ആണ് എന്ന് കൊടുക്കണോ? അപ്പോൾ അത് കറക്റ്റാണ്, അത് കറക്റ്റാണ്. Okay, sometimes it is onerous to accept that there is no reverting to past. That's great. എൻ്റെ പൊന്നെ, മാർത്തോമയിലുള്ള മാർ വേറെയാ, അത് വേറെ മാർ, ഇത് വേറെ മാർ, അത് മലയാളം മാർ, ഇത് ഇംഗ്ലീഷ് മാർ. വിട്ട് കള പോലെ. ഓക്കെ, അപ്പോൾ അതാണ് കാര്യം. കോട്ടയത്ത് ബീച്ചില്ല, നമുക്ക് വയനാട്ടിൽ ബീച്ചില്ല, ഇടുക്കി ബീച്ചില്ല, അങ്ങനെ ബീച്ചില്ലാത്ത കുറേ ഏരിയാസ് ഉണ്ട് കേട്ടോ. യെസ്, മിസ് വയനാടാണ് സുമ. യെസ്, he marred all his plans, he ruined all his plans. Great. You should submit your project by the subsequent day, by the following day. That's great. Photos are always reverting to all memories and it brings smile on face. Yes, great Parvati. He will revert to home on next Monday. That's great. അപ്പോൾ ലൈവിലുള്ള പിള്ളേരൊക്കെ ഒരു ഉഷാറായിട്ട് ഒരു ലൈക്ക് ഇട്ട്, ഷോ മീ സം ലവ് ആൻഡ് സപ്പോർട്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ഇട്ട് പിള്ളേരെ, 10 പേര്, അത് മോശമാണ് കേട്ടോ, ദാറ്റ്സ് നോട്ട് ഗുഡ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒരു ലൈക്ക് ഇട്ടേ. അതുപോലെ തന്നെ റിഫ്രെയിൻ, ഈ റിഫ്രെയിൻ്റെ അർത്ഥം എന്താണ്? റിഫ്രെയിൻ, യു നോ റിഫ്രെയിൻ്റെ അർത്ഥം അബ്സ്റ്റെയിൻ, സ്റ്റോപ്പ് വൺ സെൽഫ് ഫ്രം അല്ലേ, എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിന്ന്. റിഫ്രെയിൻ ഫ്രം സംതിങ്, അബ്സ്റ്റെയിൻ ഫ്രം സംതിങ്, ഫ്രം ആണ് ഫിക്സഡ് പ്രൊപ്പോസിഷൻ വരുന്നത് അല്ലേ. റിഫ്രെയിൻ, അബ്സ്റ്റെയിൻ ചെയ്യുക, ഡെസിസ്റ്റ് ചെയ്യുക, ഹോൾഡ് ബാക്ക് ചെയ്യുക, വിതോൾഡ് ചെയ്യുക എന്നൊക്കെയാണ് റിഫ്രെയിൻ എന്ന വാക്കിൻ്റെ അർത്ഥം. ഓർത്തോണം, റിഫ്രെയിൻ എന്ന വാക്കിൻ്റെ അർത്ഥം ഒരു കാര്യം നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് മാറി നിൽക്കാതെ നിന്നല്ലേ. സോ അബ്സ്റ്റെയിൻ ചെയ്യുക, ഡെസിസ്റ്റ് ചെയ്യുക, ഹോൾഡ് ബാക്ക് ചെയ്യുക, വിതോൾഡ് ചെയ്യുക എന്നൊക്കെയാണ് റിഫ്രെയിൻ എന്ന വാക്കിൻ്റെ അർത്ഥം. ഓർത്തോണം കേട്ടോ. റിഫ്രെയിൻ ഫ്രം സംതിങ്, അബ്സ്റ്റെയിൻ ഫ്രം സംതിങ്, ഡെസിസ്റ്റ് ഫ്രം സംതിങ്, ഹോൾഡ് ബാക്ക് ഫ്രം സംതിങ്, അല്ലെങ്കിൽ വിതോൾഡ് എന്നാണ്. ഓക്കെ, ഓർത്തോണം. ദാറ്റ് ഈസ് റിഫ്രെയിൻ. നിങ്ങൾക്കറിയാലോ റിഫ്രെയിൻ ഫ്രം. Yes, let me see your sentence again. He compelled the files to revert them to the concern of his, but the spill tea marred them. That's great. All right, don't mar your personality for others. That's great. അത് കുഴപ്പമില്ല ഐശ്വര്യ, ഞാൻ അല്ലാത്തവർക്ക് ഇങ്ങനെ മറന്നുപോയവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇൻഫർമേഷനാണിത്. ഓക്കെ, കേരള മാപ്പ് എടുത്ത് നോക്കിയാൽ മതി, കടൽ തീരം എവിടെയുണ്ടെന്ന് അറിയാമെന്നല്ലേ. അതെ, നീ മാപ്പ് എടുത്ത് നോക്കണം, അപ്പം നിനക്ക് മനസ്സിലാവുന്നു. നന്ദീശൻ്റെ ഇന്നത്തെ ടോണിയായിട്ട് എനിക്ക് ഓർമ്മ വരുന്നത് എന്നാണെന്നറിയാം, നമ്മുടെ മിന്നാരം പോട്ടെ, നമ്മുടെ മിഥുനത്തിലെ ഇന്നസെൻറ്റിനാ, നീ മാപ്പെടുത്ത് നോക്കുക, അപ്പം മനസ്സിലാവും നിനക്ക് എന്നുള്ള അർത്ഥത്തിൽ. The abstruse syllabus of engineering gave many back papers which mar the life of many. That's great. Okay. I refrained from watching the video as I was not interested. Okay. All right, that's great. They refrained from expressing their love with each other. Okay. With each other ആണോ? They refrained from expressing their love to each other. പരസ്പരമല്ലേ, അപ്പോൾ വിത്ത് ഈച്ച് അതർ അല്ല, ലവ് ടു ഈച്ച് അതർ അതിൽ നിന്ന്. ഓക്കെ,
Yeah. All right. അടുത്തോട്ട് പോകാം. അപ്പോൾ റിവേർട്ട്, സബ്സിക്വൻറ്റ്, കമ്പൈൽ, മാർ, റിഫ്രെയിൻ. ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് സെറ്റ്. അടുത്ത് ബോൾസ്റ്റർ. എന്താണ് ബോൾസ്റ്റർ എന്ന വാക്ക്? ഒരുപാട് നമ്മൾ കേട്ടിട്ട് പരിചയമുള്ള വാക്കാണ് ബോൾസ്റ്റർ. ബോൾസ്റ്റർ എന്ന് പറഞ്ഞാൽ സ്ട്രെങ്തൻ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, റീഇൻഫോഴ്സ് ചെയ്യുക അല്ലെങ്കിൽ ബൂസ്റ്റ് ചെയ്യുക. അതിനാണ് ബോൾസ്റ്റർ. ബോൾസ്റ്റർ എന്ന് പറഞ്ഞാൽ റീഇൻഫോഴ്സ് ചെയ്യാണ്, അതിന് ബൂസ്റ്റ് ചെയ്യാണ് അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാണ്, സ്ട്രെങ്തൻ ചെയ്യാണ്. അതാണ് ബോൾസ്റ്റർ എന്ന വാക്ക്. മറന്നു പോരുത് ബോൾസ്റ്റർ എന്ന വാക്ക് കേട്ടോ, ഓർത്ത് വെച്ചാൽ. ദ സബ്സിക്വൻറ്റ് ആക്ഷൻസ് ഓഫ് ദിസ് ഗവർണർ റിഫ്രെയിൻഡ് ദ ഗവൺമെൻറ് ടു refrain the government from passing the ordinance കൊടുക്കണം. റിഫ്രെയിൻ്റെ കൂടെ ഫ്രം വേണമല്ലോ. ഓക്കെ, ഇങ്ങനെ കൊടുക്കുക. ദ സബ്സിക്വൻറ്റ് ആക്ഷൻസ് ഓഫ് ദ ഗവർണർ റിഫ്രെയിൻ ദ ഗവൺമെൻറ് ഫ്രം പാസിംഗ് ദ ഓർഡിനൻസ് കൊടുക്കണേ. എമ്മിൽ ശ്രദ്ധിക്കണേ. 45 കറക്റ്റ് അവന്. യെസ്. ബോൾസ്റ്റർ, സ്ട്രെങ്തൻ, 45, സപ്പോർട്ട് ഒക്കെ യെസ്. യു മാർഡ് all her efforts to go to foreign country. എല്ലാ പ്രയത്നങ്ങളും, എഫേർട്സ്. ഓക്കെ, അടുത്തത് എഫേർട്ടും കറക്റ്റ്. എഫേർട്ട് അൺകൗണ്ടബിൾ ആവണും ഉണ്ട്, എഫേർട്സും ഉണ്ട്, എഫേർട്ടും ഉണ്ട്. അടുത്ത ക്രെഡിബിലിറ്റി. ക്രെഡിബിലിറ്റി എന്ന് പറയുമ്പോൾ അറിയാലോ, ക്രെഡിബിൾ, ട്രസ്റ്റ് വർതി അഡ്ജക്റ്റീവാണ്. ക്രെഡ് എന്ന വാക്കിനർത്ഥം ഫെയ്ത്ത്, ട്രസ്റ്റ് എന്ന. അപ്പോൾ വിശ്വസിക്കാൻ പറ്റുന്നത്, അതാണ് ക്രെഡിബിലിറ്റി അല്ലേ. ക്രെഡിബിലിറ്റി TY വരുമ്പോൾ ഓർത്തോണം നൗണാണ്. TY വന്ന നൗണാന്ന് ഓർത്തോണം അല്ലേ. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുണ്ട് സിൻസിയറിറ്റി അല്ലേ, സുപ്പീരിയോറിറ്റി, ഇൻഫീരിയോറിറ്റി, പോളിറ്റി, എന്തും ആ വാക്കുകളിൽ TY വന്ന ഓർത്തോണം, എപ്പോഴും നൗൺ ആയിരിക്കും. അപ്പോൾ ക്രെഡിബിൾ എന്ന വാക്ക് അറിയാലോ, അഡ്ജക്റ്റീവ് ഫോർമുലേഷനാണ് ക്രെഡിബിൾ. BLE വാക്കുകൾ അഡ്ജക്റ്റീവ് ആയിരിക്കും. അപ്പോൾ ക്രെഡിബിൾ അഡ്ജക്റ്റീവാണ്. ക്രെഡ് എന്ന വാക്കിനകത്ത് ട്രസ്റ്റ് അല്ലെങ്കിൽ ബിലീഫാണ്. അപ്പോൾ ക്രെഡിബിലിറ്റി എന്ന് പറയുമ്പോൾ നൗൺ ആയിട്ട് വരുമ്പോൾ ട്രസ്റ്റ് വർദിനെസ്. NESS വന്നാലും നൗൺ ആണ് കേട്ടോ. കൈൻഡ്നെസ്, ഹെൽപ്ലെസ്നെസ് ഒക്കെ കേട്ടിട്ടില്ലേ, അപ്പോൾ അത് നൗണാണ്. അതുപോലെ TY റിലയബിലിറ്റി കണ്ടോ, റിലയബിലിറ്റി നൗൺ, ഡിപ്പെൻഡബിലിറ്റി നൗൺ. ഡിപ്പെൻഡബിൾ, റിലയബിൾ എന്നൊക്കെ പറയുന്നത് ക്രെഡിബിളിൻ്റെ മീനിങ് ആണ്. ട്രസ്റ്റ് വർതി, റിലയബിൾ, ഡിപ്പെൻഡബിൾ എന്നൊക്കെ പറയുന്നത് ക്രെഡിബിൾ എന്ന അഡ്ജക്റ്റീവിൻ്റെ മീനിങ് ആണ്. അപ്പോൾ ക്രെഡിബിലിറ്റിയുടെ മീനിങ് വരുമ്പോൾ ട്രസ്റ്റ് വർദിനെസ്, റിലയബിലിറ്റി, ഡിപ്പെൻഡബിലിറ്റി എന്നൊക്കെ നമുക്ക് പറയാം. ആൻഡ് മൂവിങ് ടു നെക്സ്റ്റ് വൺ ഈസ് മാൻഡേറ്ററി അല്ലേ. ഇറ്റ്സ് മാൻഡേറ്ററി ടു വെയർ മാസ്ക്. പണ്ട് പറയും അല്ലേ, ഇൻ ദ എക്സാമിനേഷൻ ഹാളിൽ വരുമ്പോൾ മാൻഡേറ്ററി ആയിട്ട് നിങ്ങൾ മാസ്ക് ധരിക്കണം. ദാറ്റ് മീൻസ് നിർബന്ധമാണ്. ഇറ്റ്സ് എസെൻഷ്യൽ, ഇറ്റ്സ് ഒബ്ലിഗേറ്ററി, കമ്പൽസറി. മാൻഡേറ്ററി അഡ്ജക്റ്റീവ് ആണ്. മാൻഡേറ്റ് എന്നുണ്ട്, നമ്മൾ നോക്കും, നൗണും ഉണ്ട്, വേർബും ഉണ്ട്. സോ മാൻഡേറ്ററി ആണെന്ന് പറഞ്ഞാൽ ഒബ്ലിഗേറ്ററി ആണ്, നിർബന്ധമാണ്. കമ്പൽസറി ആണ്, ബൈൻഡിങ് ആണ്, റിക്വയർഡ് ആണ് അല്ലേ. റിക്വയർഡ്, എസെൻഷ്യൽ എന്നൊക്കെ പറയാം. ഇതെല്ലാം ഇതിൻ്റെ മീനിങ് ആണ്. അത് ആവശ്യമുള്ള ഒരു കാര്യമാണ്, നിർബന്ധമായിട്ടും ചെയ്യേണ്ട കാര്യമാണ്, കമ്പൽസറി ആയിട്ട് ചെയ്യേണ്ടതാണ് എന്നൊക്കെയാണ് നമ്മുടെ മാൻഡേറ്ററി എന്ന അഡ്ജക്റ്റീവിൻ്റെ അർത്ഥം. ഓർത്ത് വെച്ചോളാം. അടുത്ത ബിഡ്. ബിഡ് നിങ്ങൾക്ക് അറിയായിരിക്കും, നൗണായിട്ടും വേർബായിട്ടും ഒരേപോലെ ഉപയോഗിക്കുന്ന കാര്യമാണ്. ബിഡ് എന്ന് പറഞ്ഞാൽ ഓഫർ, നമ്മുടെ ഒരു ഓഫർ, പ്രപ്പോസൽ. അപ്പോൾ വേർബായിട്ട് വരുമ്പോൾ പ്രപ്പോസ് ചെയ്യുക എന്ന് പറയാം, അല്ലെങ്കിൽ അറ്റംപ്റ്റ് എന്ന് പറയും കേട്ടോ. നമ്മളൊരു അറ്റംപ്റ്റ് പറയില്ലേ, ആ ഒരു കാര്യത്തിനും ബിഡ് എന്ന് പറയാം. സോ ഓഫർ ചെയ്യുക, പ്രപ്പോസ് ചെയ്യുക എന്ന് പറയാം. വേറെ ബിഡുണ്ട് അർത്ഥം ഡിമാൻഡ്. ഡിമാൻഡ് റിക്വസ്റ്റ് എന്നൊരർത്ഥത്തിൽ ബിഡ് എന്ന് പറയാം. ബിഡ് വേർബായിട്ടും നൗണായിട്ടും ഒരേപോലെ ഉപയോഗിക്കാം. രണ്ട് മീനിങ് ഉണ്ട് ബിഡിന്. ഒരു മീനിങ് നമ്മൾ ടെൻഡർ വിളിക്കുക അല്ലെങ്കിൽ പ്രപ്പോസ് ചെയ്യുക, ഓഫർ കൊടുക്കുക എന്നൊക്കെ അർത്ഥമുണ്ട് ബിഡിന്. അടുത്ത ബിഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഡിമാൻഡ് ചെയ്യുക, റിക്വസ്റ്റ് ചെയ്യുന്ന അർത്ഥമാണ്. ആ ബിഡ് BID എന്ന ബിഡ്, ബെയ്ഡ് എന്ന പാസൻസ് വരുന്ന ബിഡ്. മറ്റേ ബിഡ് BID തന്നെയാണ് V1 V2 V3 വരുന്നത് കേട്ടോ. ഈ പ്രപ്പോസ് ചെയ്യുക, ഓഫർ ചെയ്യുക എന്നുള്ളതിനൊക്കെ ബിഡ് ചെയ്യുന്ന V1 V2 V3. നമ്മുടെ ലേലം വിളിക്കുക, ലേലത്തിന് ഓഫർ ചെയ്യുക എന്നൊക്കെ പറയില്ല, ആ സാധനമാണ് ബിഡ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അറ്റംപ്റ്റ് ചെയ്യുക അതൊക്കെ തന്നെയാണ്. ഓക്കെ, അടുത്ത അറ്റംപ്റ്റ് എന്ന് പറയുന്ന നൗണും ഉണ്ട്. അടുത്താണ് സബ്സ്റ്റാൻഡേർഡ്. അഡ്ജക്റ്റീവ് ഫോർമുലേഷനാണ് സബ്സ്റ്റാൻഡേർഡ്. സബ്സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ, ഇൻഫീരിയർ ആയിട്ടുള്ള, സ്റ്റാൻഡേർഡിലും താഴെയുള്ള, അതാണ് സബ്സ്റ്റാൻഡേർഡ്. അതൊരു എന്താണ്, ഒരു ലെവൽ ഉണ്ടല്ലോ, ആ ലെവലിൽ നിന്നും താഴെയുള്ള, പൂർ ക്വാളിറ്റി ഉള്ള, ലോ ക്വാളിറ്റി, പൂർ, ഫോൾട്ടി എന്നൊക്കെ നമ്മൾ പറയും. അതാണ് സബ്സ്റ്റാൻഡേർഡ് എന്ന വാക്കിൻ്റെ അർത്ഥം. ഓർത്തോണേ, ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, നോക്കട്ടെ. ടേക്ക് ഹൈലി പ്രോട്ടീൻ ഫുഡ്സ്. ഹൈലി പ്രോട്ടീൻ ഫുഡല്ല, തെറ്റാ ഐശ്വര്യ. പ്രോട്ടീൻ എന്ന് പറയുന്നത് നൗണാണ്. ഹൈലി പ്രോട്ടീൻ അല്ല, ഹൈ പ്രോട്ടീൻ ഫുഡ്സ് ടു ബോൾസോ യുവർ എനർജി കേട്ടോ. അവിടെ നമ്മൾ ഫുഡ് എന്ന് പറയുന്നതിനെ ക്വാളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രോട്ടീനും ഹൈയും ഉപയോഗിച്ചേക്കുന്നത്. ഹൈലി പറയുന്നത് ഹൈ പ്രോട്ടീൻ ഫുഡ്സ് കൊടുക്കുക കേട്ടോ. ഹൈലി എന്ന് പറയുന്നത് നമ്മൾ എന്താ, ഒരുപാട് എന്ന അർത്ഥത്തിലാണ്. അപ്പം അത് അഡ്ജക്റ്റീവ് ഫോർമുലേഷനിൽ അല്ല, അഡ്വേർബ് ഫോർമുലേഷനിൽ ഹൈലി ഉപയോഗിക്കുക. ഹൈലി ഒരിക്കലും അഡ്ജക്റ്റീവായിട്ട് ഉപയോഗിക്കില്ല, ഹൈ ആണ് അഡ്ജക്റ്റീവ്. ഓക്കെ, ഹൈ പ്രോട്ടീൻ കൊടുക്കാം. 2020 was a year of subsequent disasters. Yes. You should bolster your weak areas before going to attend the exam. That's great. The credibility of this document is doubtful. That's great. Kudravattam Pappu refrained from opening the door when Tilagan came to prove the credibility of the incident. He proclaimed, "Ade thorakkillada."
ഓർമ്മിപ്പിക്കല്ലേ ബസ്സേ. മൈ നെയ്ബർ വാസ് ഡിസൈഡഡ് ടു അല്ല, മൈ നെയ്ബർ ഡിസൈഡഡ് ടു. ധന്യ ഇവിടെ പാസീവ് വോയിസ് അല്ല നമുക്ക് വേണ്ടേ, നെയ്ബർ ഡിസൈഡ് ചെയ്തു. അപ്പോൾ ഒബ്ജക്റ്റ് നെയ്ബർ അല്ലേ, സബ്ജക്റ്റ് നെയ്ബർ അല്ലേ, അപ്പോൾ ഇങ്ങനെ കൊടുക്കാം മൈ നെയ്ബർ ഡിസൈഡഡ് ടു ഗോ ടു UAE. മൈ നെയ്ബർ ഡിസൈഡഡ് ടു ഗോ ടു UAE. ഗോ കഴിഞ്ഞിട്ട് ഒരു 2 കൂടെ കൊടുക്കണം കേട്ടോ. ടു ഗോ ടു UAE ബട്ട് ഹി റിവേർട്ടഡ് ഫ്രം എയർപോർട്ട് ബാക്ക്. റിവേർട്ടഡ് പാസ്റ്റ് ടെൻസ് കൊടുക്കണ്ടേ, കാര്യം ഇത് സബ്ജക്റ്റ് ഫസ്റ്റ് സെൻറ്റൻസ് ഫസ്റ്റ് പാർട്ടേ നമ്മൾ പാസ്റ്റ് ടെൻസിലാണ് കൊടുത്തേക്കണം, ഡിസൈഡഡ് ടു ആണ്. അപ്പോൾ ഇവിടെയും അത് തന്നെ വേണ്ടേ. അപ്പോൾ എന്ത് കൊടുക്കണം, ബട്ട് റിവേർട്ടഡ് ടു കൊടുക്കണേ, ഒന്ന് കൊടുക്കണേ. റിവേർട്ടഡ് ഫ്രം അല്ല, റിവേർട്ടഡ് ടു എയർപോർട്ട് ബിക്കോസ് ഹി ഫോർഗോട്ട് ടു ടേക്ക് ഹിസ് പാസ്പോർട്ട്. റിവേർട്ടിൻ്റെ കൂടെ 2 കൊടുക്കാം, ഫിക്സഡ് പ്രൊപ്പോസിഷൻ ആണ്. ആൻഡ് അടുത്തത് അബ്സ്റ്റെയിൻ്റെ കൂടെയാണ് ഫ്രം വരേണ്ടത്, അതൊന്ന് ശ്രദ്ധിക്കണം തന്നെയാ. It is mandatory to bring your ID proof. That's great. The ads that pop up in your YouTube are pretty substandard, but it's mandatory to watch them without any choice. വിശ്വരാജേ, എന്നാ ഉണ്ട് വിശേഷങ്ങൾ, സുഖാണോ? വെയറിംഗ് ഹെൽമെറ്റ് ഇസ് മാൻഡേറ്ററി. നീ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. Despite the defeat of India in the 2020 World Cup, fans bolstered the Indian players. Great. You should credible അല്ല, verb ആയിട്ട് വരുന്നത് ക്രെഡിറ്റ് ചെയ്യുക. You can say credit. You should trust. You should credit your work. നീ ക്രെഡിറ്റ് ചെയ്യുന്നതിൻ്റെ വർക്കിന്, ട്രസ്റ്റ് ചെയ്യുന്നതിൻ്റെ വർക്കിന്. ക്യാൻ യു ക്രെഡിറ്റ് മീ സം മണി, എനിക്ക് കുറച്ച് പൈസ തരാമോ, വിശ്വസിച്ച് തരാമോ എന്ന്. ഐ ക്രെഡിറ്റഡ് ഹിം വിത്ത് ദ വർക്ക്. ഞാനാണ് അവന് ആ ഒരു വർക്ക് വിശ്വസിച്ച് ബരമേൽപ്പിച്ചത്. സോ ദാറ്റ്സ് വാട്ട് ക്രെഡിറ്റ് ഇസ്. പൈസ കൊടുക്കുന്നതിനൊക്കെ നമുക്ക് ക്രെഡിറ്റ് എന്ന് പറയാം. ഡോണ്ട് യൂസ് ക്രെഡിബിൾ അഡ്ജക്റ്റീവാണ്, ക്രെഡിബിലിറ്റി നൗണുമാണ്, വെർബായിട്ട് ഉപയോഗിക്കണം. ഈവൻ യൂസ് ക്രെഡിറ്റ്. ഓക്കെ, ശ്രദ്ധിക്കാം കേട്ടോ. അത് വെർബായിട്ട് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ മീനിങ് യൂസേജ് ശ്രദ്ധിക്കണം. നമ്മുടെ അല്ലെങ്കിൽ യു ഷുഡ് ബി ക്രെഡിബിൾ, അതാണെങ്കിൽ ഇങ്ങനെ കൊടുക്കണേ. യു ഷുഡ് ബി ക്രെഡിബിൾ ടു യുവർ വർക്ക്. നീ നിൻ്റെ വർക്കിനോട് വിശ്വസ്തത കാണിക്കണം എന്നാണെങ്കിൽ അമൃത ഇങ്ങനെ കൊടുക്കുക, യു ഷുഡ് ബി ക്രെഡിബിൾ ടു യുവർ വർക്ക്. കേട്ടോ, ശ്രദ്ധിക്കാം. ഓൾ റൈറ്റ്. സ്റ്റോൺസിനും പറയാം മിസ്സേ ക്രെഡിബിലിറ്റി. സ്റ്റോഞ്ചും ഇല്ല, സ്റ്റോഞ്ച് ക്രെഡിബിലിറ്റി വേണ്ട. അല്ല സിനിമയായിട്ട് പറയില്ല. സ്റ്റോഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മളെന്താ പറയാം, നമുക്കൊരു കാര്യത്തോട് ലോയൽറ്റി, അതാണ്. ലോയൽറ്റി വേണം പറയാം, പക്ഷേ സ്റ്റോഞ്ച് ഇസ് ആൻ അഡ്ജക്റ്റീവ്. അവിടെ സിനോണിം വരുമ്പോഴും ശ്രദ്ധിക്കണം. പാർട്ട് സ്പീച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു, കാര്യം സ്റ്റോഞ്ച് അഡ്ജക്റ്റീവാണ് അല്ലേ. പക്ഷേ ക്രെഡിബിലിറ്റി ഈസ് നൗൺ ഒരിക്കലും സിനോണിമായിട്ട് വരത്തില്ല, അത് വേറെ കാര്യം. ലോയൽറ്റിയുടെ ഫാർ സിനോണിമായിട്ട് നമുക്ക് വരാം കേട്ടോ, ഈ പറയുന്ന നമ്മുടെ സ്റ്റോഞ്ച് ലോയലിൻ്റെ ഇതായിട്ട് വരാം. ഓക്കെ, അപ്പം കുഴപ്പമൊന്നുമില്ലാതെ അഡ്ജസ്റ്റ് ചെയ്യാം. We should bid our bolstering to others during the predicaments. That's great. The credibility of the employee in my office is praisable അല്ല, praiseworthy. ആദിത്യ, അതിൻ്റെ പക്ക അഡ്ജക്റ്റീവ് ഉണ്ട്, praiseworthy. It's not praisable, it's praiseworthy. കേട്ടോ, അത് ശ്രദ്ധിച്ചോണേ. How are മോളെ, good morning. She has the right to take decisions in her life, so you have to bolster her. That's great. I refrain myself from showing starvingness അല്ല, വിശപ്പാണോ, starvation. കേട്ടോ, വിശപ്പിന് എന്ത് പറയും രാഹുലെ? ഇറ്റ്സ് നോട്ട് സ്റ്റാർവിങ് ഇസ് സബ്ജക്റ്റീവ്, സ്റ്റാർവേഷൻ നൗൺ. കേട്ടോ, സ്റ്റാർവേഷൻ വെൻ മൈ ട്യൂട്ടർ കണ്ടിന്യൂസ് ആഫ്റ്റർ 12 o'clock. ഓക്കെ, ഭക്ഷണം കഴിക്കാനുള്ള ത്വര കൊള്ളാം. സ്റ്റാർവേഷൻ കേട്ടോ. ഷി ബിഡ്സ് മീ എ കപ്പ് ഓഫ് ടീ. ഷി ഓഫേർഡ് മീ എ കപ്പ് ഓഫ് ടീ. ദാറ്റ്സ് ഗ്രേറ്റ്. ഷി ലോസ് ഹിസ് ക്രെഡിബിലിറ്റി ഡ്യൂ ടു ഹിസ് സബ്സ്റ്റാൻഡേർഡ് സർക്കാസം. ദാറ്റ്സ് ഗ്രേറ്റ്. There are mandatory regulations in the deed regarding how to bid the security. That's great. It is the honors of the government to ensure its people to have burned through quality. Its people have burned through. അതിൽ യൂസേജ് കറക്റ്റ് അല്ലല്ലോ വിനു. ഇറ്റ് ഈസ് ഓണേഴ്സ് ഓഫ് ദ ഗവൺമെൻറ് ടു എൻഷുർ ഇറ്റ്സ് പീപ്പിൾ ദാറ്റ് ഇറ്റ്സ് പീപ്പിൾ ഹാവ് ടു എൻഷുർ ദാറ്റ് ഇറ്റ്സ് ഓക്കെ. ദാറ്റ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. എൻഷുർ ഇറ്റ്സ് പീപ്പിൾ ഹാവ് ബേൺ ത്രൂ ക്വാളിറ്റി. ഹാവ് ബേൺ ത്രൂ, ബേൺഡ് അതാണ് ഉദ്ദേശിക്കുന്നത്. ബേൺഡ് പ്രൊഡക്ട്സ് ഇൻ ഫീസിബിൾ റേറ്റ് rather than substandard products when an abysmal situation is grinding on. അവിടെ ബേണിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ട്. നീ എന്താ ഉദ്ദേശിച്ച ആ മീനിങ് എത്ര സെറ്റ് ആയിട്ടില്ല. അല്ലെങ്കിൽ ഹാവ് ബേൺഡ് BAURNT V3 വരണം. എന്തായാലും ഹാവ് കഴിഞ്ഞിട്ട് V3 വരത്തുള്ളൂ. The hotel was sealed for serving substandard food by safety officer. Involuntary bidding of your properties will be mandatory if you went on squandering money like these. That's great. It is money like these വരില്ല കേട്ടോ ഷമാസെ. ഇതുപോലെ പൈസ ചിലവാക്കുന്ന അവസ്ഥ, അതാണെങ്കിൽ money like this, ഇതുപോലെ, നോട്ട് ഇവ പോലെ.
അല്ലേ? മണി ഇസ് അൺകൗണ്ടബിൾ, അതുകൊണ്ട് തന്നെ മണി ലൈക്ക് ദീസ് പറയില്ല, മണി ലൈക്ക് ദിസ് എന്ന് പറയണേ, അപ്പോൾ അത് കറക്റ്റ് ആവും. ഇറ്റ് ഇസ് മാൻഡേറ്ററി ടു ഒബൈ ട്രാഫിക് റൂൾസ്, ഇറ്റ്സ് ഗ്രേറ്റ്. സം കമ്പനി യൂസ്, സം കമ്പനി പറയില്ല, സം കമ്പനീസ്. സമ്മിൻ്റെ കൂടെ കൗണ്ടബിൾ നൗൺ ആണെങ്കിൽ പ്ലൂറലേ കൊടുക്കാവുള്ളൂ മേലെ, കാര്യം കമ്പനി എന്ന് പറയുന്നത് പ്ലൂറൽ ഉണ്ടല്ലോ, അപ്പോൾ എന്ത് കൊടുക്കണം? സം കമ്പനീസ് യൂസ് കൊടുക്കണേ. Some companies use substandard materials to manufacture medicines. കാരണം ഈ യൂസ് എന്ന വേർബ് കൊടുത്തിരിക്കുന്ന പ്ലൂറൽ വേർബാണ്, അപ്പോൾ സം കമ്പനീസ് കൊടുക്കാം കേട്ടോ. സംടൈംസ് യുവർ ബിഡ്, our bid gone wrong. Sometimes our bid gone wrong അല്ല, sometimes our bid sometimes our bid goes wrong. However, you shan't stop your try. That's great. Goes wrong കൊടുക്കണേ, not gone, goes കൊടുക്കുക. കാരണം ഇതെന്താണ്? സംടൈംസ് ചില സമയങ്ങളിൽ, അതായത് ഇടയ്ക്കിടയ്ക്ക് നടക്കുന്ന കാര്യമാണല്ലോ, ചില സമയങ്ങൾ അങ്ങനെ നടക്കാറുണ്ട്. ഇറ്റ്സ് എ ജനറൽ ഫാക്ട്. അപ്പോൾ സിമ്പിൾ പ്രസൻറ്റ് കൊടുക്കുക. ജനറലൈസേഷൻ കൊടുക്കുമ്പോൾ എപ്പോഴും സിമ്പിൾ പ്രസൻറ്റ് കൊടുക്കണേ, ശ്രദ്ധിച്ചോണം. ദി സബ്സ്റ്റാൻഡേർഡ് ഗാർമെൻറ്റ്സ് ദാറ്റ് മൈ ബ്രദർ ബോട്ട് ഫ്രം ഗുജറാത്ത് വാസ് ഓസം. ദാറ്റ്സ് ഗ്രേറ്റ്. ബേൺ ത്രൂ, ടു യൂസ് ഓൾ, അങ്ങനെ എന്തോ മീനിങ് അല്ലേ? ആ ബേൺ ത്രൂ ആണെങ്കിൽ അവിടെ കൊടുക്കുന്ന, അത് എനിക്ക് മനസ്സിലായി. നീ ഫ്രേസൽ വേർബാ കൊടുത്തെങ്കിൽ ബേൺട്ട് കൊടുക്കണം, ഹാവ് കഴിഞ്ഞിട്ട് ബേൺട്ട് കൊടുക്കണം, അത് വേണ്ടേ? അപ്പോഴല്ലേ മീനിങ് വരിക. അങ്ങനെ ഓക്കെ. സം ഓഫ് ദ റോഡ്സ് ആർ ബിൽഡ് അല്ല, ബിൽഡ് ശ്രദ്ധിക്കണേ. BUILD ബിൽഡ്, അനക BUILD ബിൽഡ് V1 ആണ്. നമുക്കതിന് എന്നെ കൊടുക്കണം? V3 കൊടുക്കണം. BUILT ബിൽഡ്. അപ്പോൾ എന്ത് കൊടുക്കണം? സം ഓഫ് ദ റോഡ്സ് ആർ ബിൽഡ് യൂസിങ് സബ്സ്റ്റാൻഡേർഡ് മെറ്റീരിയൽസ് കൊടുക്കണേ. എവറി പാർട്ട്നേഴ്സ് മസ്റ്റ് ബി ക്രെഡിബിൾ. ക്രെഡുലസ് എന്ന് പറയുമ്പോൾ തന്നെ മീനിങ് വ്യത്യാസമാണ്. ക്രെഡുലസ് ഇല്ല കേട്ടോ, ക്രെഡിലസ് ഇല്ല, ക്രെഡുലസ് ഉണ്ട്. പക്ഷേ ക്രെഡുലസിൻ്റെ അർത്ഥം ചാടിക്കയറി വിശ്വസിക്കുന്നവർ, അതൊരു നെഗറ്റീവ് ടേമിലാണ് പറയുന്നത്. നമ്മൾ ആരെയും ചാടിക്കയറി വിശ്വസിക്കുന്ന ഇറ്റ്സ് എ നെഗറ്റീവ് വേർഡാണ്. അപ്പോൾ അത് ക്രെഡുലസ് എന്ന് കൊടുക്കില്ല, ക്രെഡിബിൾ. ആൻഡ് ലൂസ് ഇറ്റ് അമംഗ് ദംസെൽസ് ഫോർ എ ബെറ്റർ പാർട്ട്ണർഷിപ്പ്. അപ്പോൾ നീ ഉദ്ദേശിക്കുന്നത് വിശ്വാസ്യതയാണ് രാഹുൽ, ഇറ്റ്സ് വിശ്വസ്യത. എങ്കിൽ വിശ്വാസ്യതയാണെങ്കിൽ ക്രെഡിബിൾ ആണ്, നോട്ട് ക്രെഡുലസ് കേട്ടോ. ക്രെഡുലസ് കൊടുക്കല്ലേ, ക്രെഡിബിൾ. അപ്പോൾ മൂവിങ് ഓൺ, നെക്സ്റ്റ് സെറ്റ്. അപ്പോൾ നമ്മുടെ ഡിഗ്രി പ്രിംസിൻ്റെ ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടേ. ഡിഗ്രി പ്രിംസിൻ്റെ ഫൗണ്ടേഷൻ ബാച്ചാണ്. നമ്മൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റൊക്കെ ഇനി വരുന്നു, BDO വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അങ്ങനെയുള്ള എക്സാംസിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഫൗണ്ടേഷൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നവംബർ 4 അപ്പോൾ ഇനിയെങ്കിലും ആരെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ആരെങ്കിലും കസിൻസോ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരോട് പറഞ്ഞു കൊടുക്കുക. നമ്മുടെ ക്ലാസ്സുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു, നമുക്ക് സ്റ്റാർട്ട് മുതൽ പോവാം, നല്ല ബേസ് മുതൽ തന്നെ കവർ ചെയ്ത് പോകാം. അപ്പം ലൈവ് ക്ലാസ്സും റെക്കോർഡ് ക്ലാസ്സും അവൈലബിൾ. അപ്പോൾ വൺസ് മിസ്സായിട്ടുണ്ടെങ്കിലും നിങ്ങൾക്കത് റെക്കോർഡ് ക്ലാസ്സുകൾ നോക്കി പഠിക്കാം. അങ്ങനൊരു അവസരമുണ്ട്. 2 ക്ലാസ്സുകൾ ഡെയിലി പോവുക. 2400 രൂപയ്ക്കുള്ളിൽ നിങ്ങൾക്ക് കോഴ്സ് കിട്ടും. ജോയിൻ ചെയ്യുമ്പോൾ കോഡ് ഉപയോഗിക്കാൻ മറക്കണ്ട, Y314. അതിന് അടുത്തത് നമ്മുടെ എക്സാമിൻ്റെ റിസൾട്ട്സ് വരാൻ പോകുന്ന VFA BEVCO LGയുടെ ഒക്കെ ക്ലാസ്സുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് നവംബർ 2. അപ്പോൾ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം കേട്ടോ. 2400 രൂപയ്ക്കുള്ളിൽ തന്നെയാണ് നമ്മുടെ കോഴ്സ് കിട്ടുക. ഇതൊന്നുമല്ല, നിങ്ങൾക്ക് ഒരുപാട് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ മഹാപാക്കിലോട്ട് നോക്കാം. മഹാപാക്ക് നിങ്ങൾക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ്. കോഡ് അറിയാലോ, 5314. അടുത്ത ലാസ്റ്റ് സെറ്റ് ഓഫ് വേർഡ്സ് നോക്കിയോ, പ്രിഡേറ്ററി. നിങ്ങൾ കേട്ട് പരിചയമുണ്ട്, പ്രിഡേറ്റർ, പ്രേ ആൻഡ് പ്രിഡേറ്റർ അല്ലേ? പ്രേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഇര തേർഡ് വരെ പ്രിഡേറ്റർ എന്ന് വിളിക്കും. അപ്പോൾ പ്രിഡേറ്ററി എന്ന് പറഞ്ഞാൽ ഹണ്ടിങ്, അഡ്ജക്റ്റീവ് ഫോർമുലേഷനാണ് പ്രിഡേറ്ററി. ഹണ്ടിങ്, റാവനിങ്, എക്സ്പ്ലോയിറ്റേറ്റീവ്. നമ്മൾ ഒരാളെ എക്സ്പ്ലോയിറ്റ് ചെയ്യുകയാണ്, ഉപയോഗിക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ദാറ്റ് ഈസ് പ്രിഡേറ്ററി എന്ന് പറയാം. ഹണ്ടിങ്, ഒരാളെ ഹണ്ട് ചെയ്യുന്ന, ഒരാളെ ഓർ എനിത്തിങ്. റാവനിങ് ആയിട്ടുള്ള, എക്സ്പ്ലോയിറ്റേറ്റീവ് ആയിട്ടുള്ള, അതിനെയാണ് നമ്മൾ വിളിക്കുന്നത് പ്രിഡേറ്ററി എന്ന് പറയാം. അഡ്ജക്റ്റീവ് ഫോർമുലേഷനാണ്, ഓർത്തോളം. അടുത്തത് ഒരു കാര്യം ഞാൻ വിട്ടുപോയി. രാഹുലെ, എവറി പാർട്ട്നേഴ്സ് കൊടുക്കാൻ പറ്റില്ല. ഇപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ച്. എവറി പാർട്ട്ണർ, എവറിയുടെ കൂടെ സിംഗുലർ നൗണേ കൊടുക്കാവുള്ളേ, സിംഗുലർ സബ്ജക്റ്റ് കൊടുക്കാവുള്ളൂ. നൗണോ പ്രൊനൗണോ അല്ലെ കൊടുക്കുമ്പോൾ നമ്മൾ എവറി, പ്രൊനൗൺ ഒരിക്കലും കൊടുക്കില്ല. എവറിയുടെ കൂടെ നമ്മൾ നൗണേ കൊടുക്കുകയുള്ളൂ, കാരണം ഇത് ഡിറ്റർമിനർ ആണ്. എവറിൻ്റെ കൂടെ കൊടുക്കുന്ന സിംഗുലർ നൗൺ ആയിരിക്കണം, എപ്പോഴും നിർബന്ധിച്ച് ഓർത്ത് വെച്ചോളൂ കേട്ടോ. എവറി പാർട്ട്ണർ മസ്റ്റ് ബി ക്രെഡിബിൾ. ഓക്കെ. ദ ക്രെഡിബിലിറ്റി ഓഫ് ദ റിപ്പോർട്ട് ഡസ് നോട്ട് ഗ്യാരണ്ടി ജസ്റ്റിസ് ടു ദ unemployed youth. That's great. Nandana, good morning. Usage of substandard materials paved the way for untimely destruction of the bridge. That's great. Her excuse was barely credible. That's great. Moving on. മാൻഡേറ്റ്, നമ്മൾ നേരത്തെ മാൻഡേറ്ററി പറഞ്ഞില്ലേ, അതുപോലെ അടുത്ത വാക്കാണ് മാൻഡേറ്റ് എന്ന വാക്ക്. മാൻഡേറ്ററി എന്ന് പറഞ്ഞാൽ എന്താ പറയുക, നിർബന്ധമായിട്ടുള്ള അല്ലേ, കമ്പൽസറി ആയിട്ടുള്ളതാണ്. മാൻഡേറ്റ് എന്ന് പറഞ്ഞാലോ നൗണായിട്ടും വേർബായിട്ടും ഉപയോഗിക്കുകയാണ്. മാൻഡേറ്റ് എന്ന് പറഞ്ഞാൽ ഡിറക്റ്റീവ് അല്ലെങ്കിൽ അപ്രൂവൽ. ഇൻസ്ട്രക്ഷൻ എന്ന് പറയും നമ്മൾ, ഇൻസ്ട്രക്ഷൻ. മാൻഡേറ്റ്, ദർ ഇസ് എ മാൻഡേറ്റ്, ദർ ഇസ് എൻ ഇൻസ്ട്രക്ഷൻ. ഡിറക്റ്റീവ്. അതോറിറ്റി, അപ്രൂവലുണ്ട്, അതോറിറ്റി ഉണ്ട്. അപ്പോൾ അതിൻ്റെ നൗൺ വേർബ് ഫോർമുലേഷനാണ് മാൻഡേറ്റ് ചെയ്തു, ഓതറൈസ് ചെയ്തു, അപ്രൂവ് ചെയ്തു എന്നൊക്കെ. ഓക്കെ. സോ
mandate, there was a mandate from the court, there was a mandate from the company, there was an instruction, there was a mandate from the court എന്നൊക്കെ പറയുമ്പോൾ ഓർത്താൽ മതി directive instruction എന്നൊക്കെയാണ്, അല്ലെങ്കിൽ approval or authority എന്നൊക്കെ പറയാം. Who gave you the mandate, who gave you the authority, who gave you the approval എന്നൊക്കെ പറയില്ലേ, that's it, ഓർത്താൽ മതി. അടുത്ത കൺഡ്യൂസീവ്, കേട്ട് പരിചയമുണ്ടായിരിക്കും. കൺഡ്യൂസീവ് ടു സംതിങ് എന്നാണ് പറയുക. കൺഡ്യൂസീവിൻ്റെ കൂടെ ഫിക്സഡ് പ്രൊപ്പോസിഷൻ ഉണ്ട്, കൺഡ്യൂസീവ് ടു. ഓക്കെ, കൺഡ്യൂസീവിൻ്റെ കൂടെ ടു, ഗുഡിൻ്റെ കൂടെ ഫോർ. ഗുഡ് ഫോർ യു പറയില്ല, ഗുഡ് ഫോർ. കൺഡ്യൂസീവ് എന്ന് പറഞ്ഞാൽ ഗുഡ് ഫോർ സംതിങ്. കൺഡ്യൂസീവ് ടു സംതിങ്, ഗുഡ് ഫോർ സംതിങ്, ഫേവറബിൾ, ബെനഫിഷ്യൽ എന്നൊക്കെയാണ് അർത്ഥം. നല്ലതാണ്, കൺഡ്യൂസീവ് നല്ലതാണ് എന്നാണ്, അതിന് ഫേവറബിൾ ആണ്, അതിന് ചേരും, പറ്റുന്ന പരിപാടി, ഇതിന് ഉപകാരപ്പെടും, ബെനഫിഷ്യലാണ് എന്നുള്ളതാണ്. അടുത്ത പേറ്റൻറ്റ് എടുക്കുക അറിയാമല്ലോ. നമ്മളിപ്പോൾ ഇന്ത്യൻ പ്രോഡക്ട്സ് ഒക്കെ നമ്മൾ എക്സ്പോർട്ടൊക്കെ ചെയ്യുമ്പോൾ, ഇമ്പോർട്ടൊക്കെ നമ്മൾ മറ്റു കൺട്രീസിലോട്ട് കൊടുക്കുമ്പോൾ പേറ്റൻറ്റ് എടുക്കാനൊക്കെ പറയും അല്ലേ. പുറത്തുള്ള കമ്പനീസും അങ്ങനെ തന്നെ പേറ്റൻറ്റ് എടുക്കാൻ പറയും. ഇപ്പോൾ പേറ്റൻറ്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം കോപ്പിറൈറ്റ് എടുക്കുക, അതായത് നമ്മുടെ സ്വന്തം എന്നുള്ളതേ, ലൈസൻസ്, അതാണ് പേറ്റൻറ്റ്. അപ്പോൾ പേറ്റൻറ്റ് എടുക്കുക എന്നും അർത്ഥമുണ്ട്, വേർബായിട്ട് ഉപയോഗിക്കുക. പേറ്റൻറ്റ് എന്ന സാധനത്തിന്, കോപ്പിറൈറ്റ് ലൈസൻസ് എന്ന് പറയുന്ന സാധനത്തിന് പേറ്റൻറ്റ് എടുക്കുക, ടേക്ക് പേറ്റൻറ്റ് എന്നുള്ള അർത്ഥത്തിൽ വേർബായിട്ടും ഉപയോഗിക്കുക, അത് ഓർത്തോണം. പിന്നെ പേറ്റൻറ്റ് ഇസ് ആൻ അഡ്ജക്റ്റീവ് ഓൾസോ, അഡ്ജക്റ്റീവായിട്ട് ഉപയോഗിക്കുക. പേറ്റൻറ്റ് എന്ന് പറഞ്ഞാൽ ഒബ്വിയസ് ആയിട്ടുള്ള, വളരെ ക്ലിയർ ആയിട്ടുള്ള എന്നർത്ഥം പേറ്റൻറ്റിന് ഉണ്ട്, ഓർത്ത് വെച്ചോണം. സോ പേറ്റൻറ്റ് നൗണാണ്, വേർബാണ്, അതിനെ അഡ്ജക്റ്റീവായിട്ട് ഉപയോഗിക്കും. അഡ്ജക്റ്റീവായിട്ട് ഉപയോഗിക്കും പേറ്റൻറ്റ് അർത്ഥം ഇതാണ്, ഒബ്വിയസ് ആണ്, ക്ലിയർ ആണെന്നാണ്. ഓക്കെ, ദാറ്റ് ഈസ് പേറ്റൻറ്റ്. അടുത്ത സൈറ്റ്, CITE സൈറ്റ്. CITE സൈറ്റ് ഓർത്തോളം, വേർബാണ്, അതിൻ്റെ അർത്ഥം ഇതാണ്, കോട്ട് ചെയ്യുക, റെഫർ ടു സംതിങ്, അഡ്യൂസ് ചെയ്യുക. ഒരു കാര്യം നമ്മൾ റെഫർ ചെയ്യുന്നതിനാണ് സൈറ്റ് ചെയ്യുക. സൈറ്റിന് എക്സാമ്പിൾ കേട്ടിട്ടുണ്ടായിരിക്കും, പരിചയം ഉണ്ടായിരിക്കും അല്ലേ, അതാണ് കോട്ട് ചെയ്യുക, അല്ലെങ്കിൽ റെഫർ ടു സംതിങ്, അല്ലെങ്കിൽ അഡ്യൂസ് ചെയ്യുക, അവിടെ നിന്ന് ഉരുത്തിരിഞ്ഞെടുക്കുക, അതാണ് സൈറ്റ് ചെയ്യുക. അറിയാലോ ഈ സൈറ്റ് പറയുമ്പോൾ എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം മറ്റ് സൈറ്റുകളും, മാറിപ്പോരുതേ. ഈ പറയുന്ന എന്താണ് ഈ സൈറ്റിനെ വിഷൻ ചെയ്യുക, നൗണായിട്ട് വേർബായിട്ട് ഉപയോഗിക്കുക. ഈ സൈറ്റ് നൗൺ കൊണ്ട് വേർബ് കൊണ്ട് അർത്ഥം ഇതാണ്, വിഷൻ അല്ലെ. വിഷൻ നൗണുണ്ട്, അല്ലാതെ കാണുക എന്നുള്ള അർത്ഥമാണ്. അടുത്ത സൈറ്റ് അറിയാലോ, SITE സൈറ്റ്, ലൊക്കേറ്റ് ചെയ്യുക, വേർബായിട്ട് ഉപയോഗിക്കും, നൗണായിട്ട് ലൊക്കേഷൻ അല്ലേ. വെബ്സൈറ്റിൻ്റെ സൈറ്റ്, ആ സൈറ്റാണ്, ഓർത്തോണം. അപ്പോൾ സൈറ്റിൻ്റെ അർത്ഥം കോട്ട്, റെഫർ ടു, അഡ്യൂസ്, അല്ലെങ്കിൽ വേറെ അർത്ഥത്തോടുണ്ട് പ്രേസ് ചെയ്യുക, ഒരാൾ നമ്മൾ പുകഴ്ത്തുക അല്ലേ, കമൻറ്റ് ചെയ്യുക, ദാറ്റ് ഈസ് വാട്ട് സൈറ്റ് ഇസ്. സൈറ്റിന് രണ്ട് മീനിങ് ഓർത്തോണം. ഓക്കെ, ഇമ്പോർട്ടൻറ്റ്. അടുത്ത ഓണസ് എന്ന് പറഞ്ഞാൽ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ബർഡൻ, ലയബിലിറ്റി, ഒബ്ലിഗേഷൻ, ഡ്യൂട്ടി. നൗ ദ ഓണസ് ഈസ് ഓൺ യുവർ ഷോൾഡേഴ്സ്. ഇപ്പോൾ റെസ്പോൺസിബിലിറ്റി നിൻ്റെ പെടലിക്കുക എന്ന് പറയില്ലേ, ദാറ്റ് ഈസ് ഓണസ്, ഓർത്ത് വെച്ചോണേ, ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, parents should not bolster the mistakes of children. All right, should not submit. Great, support. His form is plummeting in these games. If this continues, it is difficult to get a bid for the forthcoming series. That's great. The bank had no mandate to honor the check. That's great. The predatory of trees increased. ആ പ്രിഡേറ്റർ ഓഫ് ട്രീസ് എങ്ങനെ വരും? ദാറ്റ് ഈസ് റോങ് അല്ലേ. ഐശ്വര്യ, ദ എന്ന് പറയുന്നത് ഡെഫിനറ്റ് ആർട്ടിക്കിൾ കൊടുക്കുന്നത് നൗണിൻ്റെ കൂടെയാണ്, ഒരിക്കലും അഡ്ജക്റ്റീവിൻ്റെ കൂടെ കൊടുക്കില്ല. വെറും ഒരു അഡ്ജക്റ്റീവ് മാത്രം വന്ന് കൊടുക്കില്ല. അഡ്ജക്റ്റീവിൻ്റെ നൗൺ ഉണ്ടെങ്കിൽ ഓക്കെയാണ്. ദ ഡാഷ് ഓഫ് ട്രീസ്, ദ പ്രെഡേറ്ററി വാട്ട്, ദ പ്രെഡേറ്ററി ആറ്റിറ്റ്യൂഡ് ഓഫ് ട്രീസ് ഇൻക്രീസ് ഡേ ബൈ ഡേ അല്ലേ. അവിടെയും പ്രശ്നമുണ്ട്. ദ പ്രെഡേറ്ററി കട്ടിങ് ഓഫ് ട്രീസ് എന്ന് പറഞ്ഞു. ദ ഹണ്ടിങ്, അത് ഉദ്ദേശിക്കുന്ന ആ ഹണ്ടിങ് ആണോ? ഹണ്ടിങ് ആസ് എൻ അഡ്ജക്റ്റീവ് ആണ്, അല്ലാതെ നമ്മൾ ഹണ്ടിങ് എന്ന് ജെറണ്ടായിട്ടല്ല ഇതിനെ പ്രെഡേറ്ററി ഉപയോഗിച്ചത്. പ്രെഡേറ്ററി അഡ്ജക്റ്റീവ് ആണ്. അപ്പോൾ ഹണ്ടിങ് അഡ്ജക്റ്റീവായിട്ട് ഉപയോഗിക്കുന്ന രീതിയിലാണ് നമ്മൾ പ്രെഡേറ്ററിൻ്റെ അർത്ഥം. റാവനിങ്ങും എക്സ്പ്ലോയിറ്റേറ്റീവ് ഒക്കെ നോക്കി. ഞാൻ എക്സ്പ്ലോയിറ്റേഷൻ എന്നല്ല പറഞ്ഞേ അല്ലേ. അപ്പോൾ ഇങ്ങനെ കൊടുക്കണം, ദ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ട്രീസ് കൊടുത്തോ എന്നാൽ കറക്റ്റാണ് കേട്ടോ ഐശ്വര്യ. ട്രീസ് ഇൻക്രീസ് ഡേ ബൈ ഡേ ഇൻ ഓർഡർ ടു വൈഡൻ ദ നാഷണൽ ഹൈവേ. ഓക്കെ, യെസ്, ഓൾ റൈറ്റ്, ക്ലിയർ ആണല്ലോ. എടാ ഇല്ല അല്ലല്ല മറ്റേ ഷമാസെ, ഇറ്റ് വിൽ ബി ഡിഫിക്കൽട്ട് മാത്രമല്ല, ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് എന്ന് പറഞ്ഞാൽ കറക്റ്റാണ് കേട്ടോ. ഇത് കണ്ടിന്യൂ ചെയ്താൽ അത് ഡിഫിക്കൽട്ടാവും. ഇത് നമ്മളെ സീറോ കണ്ടീഷണൽസിൽ അത് കറക്റ്റാണ് കേട്ടോ ഷമാസെ. നീ പറഞ്ഞതും കറക്റ്റാണ്, വിനു എഴുതിയതും കറക്റ്റാണ് കേട്ടോ. ഫോളോ ദ മാൻഡേറ്റ്സ് laid down by the authorities for the smooth conduct of the exam. That's great. Yeah. Quo warranto, by what mandate? Okay, yes. How long does it take to patent an invention? That's great. Can I use this feature? Is this patented? Great. FIFA has been finally mandated team squad for the
has been finally mandated വരുമ്പോൾ അത് പാസിവൈസേഷൻ വേണം വേണ്ട. FIFA has finally mandated team squad, instructed, approved. Been വേണ്ട, പാസിവൈസേഷൻ വേണ്ട കേട്ടോ രാഹുലെ. FIFA has finally mandated team squad for the Qatar World Cup 2022. The patent for her product is conducive to her attaining doctorate in economics. All right. Yesterday I read a book that was similar to yours. I think your patent is stolen by someone. Your patent is stolen by someone. ആ സ്റ്റീൽ എന്ന് പറയുന്ന ബി ഫോമുലേഷനാണ്. ഈ ബി ഫോമുലേഷനോട് വീണ്ടും ഒരു V1 കൊടുക്കില്ല ഒരിക്കലും. ഈസിൻ്റെ കൂടെ ഒരിക്കലും V1 കൊടുക്കില്ല കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കുന്ന ഐശ്വര്യ അവിടെ എന്ത് കൊടുക്കണം? is stolen by. പാസീവ് അല്ലേ? B+V3 ഫോം stolen കൊടുക്കുക കേട്ടോ by someone. The PWD mandated to construct the roads with stipulated time period. Great. All right. She got the patent of COVID medicine. That's great. My honors is to patent the work. All right. He faced with predatory experience. He faced with വരില്ലടാ. MLA faced with. He faced a lot of അല്ലേ ഒരുപാട് ഫേസ് ചെയ്തു, സ്ട്രഗിൾസ് ഫേസ് ചെയ്തെന്നൊക്കെ പോലെ. വിത്ത് അവിടെ വേണ്ട കേട്ടോ, വേണ്ട വിത്ത് വേണ്ട. He faced predatory experience കൊടുത്താൽ മതി. My honors is increasing. Has increasing. No. My honors is increasing day by day എന്ന് കൊടുത്തു. My responsibility is increasing എന്ന് കൊടുത്തു. Has increasing പറയില്ലേ, ഹാസിൻ്റെ കൂടെ ഒരിക്കലും V4 ഉപയോഗിക്കില്ല കേട്ടോ ലക്ഷ്മി. That's wrong. All right. It is your honors to look after your parents. All right. Thaikudam Bridge alleges patent violation and plagiarism from the Kantara team. All right, great. Election Commission of India cited that electronic voting will be enabled for my immigrants to mark their mandate. Great. It is a conducive to MLA. It is a conducive. Wrong. കാര്യം കൺഡ്യൂസീവ് എന്ന് പറയുന്ന അഡ്ജക്റ്റീവ് അല്ല. അഡ്ജക്റ്റീവിനോട് ഒരിക്കലും നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റില്ല? എ കൊടുക്കാൻ പറ്റില്ല. അതായത് ഇത് ആർട്ടിക്കിൾസ് ഒന്നും കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആർട്ടിക്കിൾ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ, അതിപ്പോൾ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആണെങ്കിലും ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആണെങ്കിലും കൊടുക്കുകയാണെങ്കിൽ അതിനോട് ഒരു നൗൺ ഉണ്ടായിരിക്കണം അല്ലേ? എ കൺഡ്യൂസീവ് വാട്ട്, അവിടെ ഒരു കൺഡ്യൂസീവ് എന്താന്ന് നീ കൊടുത്തിട്ടില്ല. അപ്പോൾ എന്ത് കൊടുക്കണം? ആ കൺഡ്യൂസീവിൻ്റെ കൂടെ എന്ത് കൊടുക്കുക? ഇറ്റ് ഈസ് എ കൺഡ്യൂസീവ് ആക്ട്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് എ കൺഡ്യൂസീവ് തിങ് ടു സ്റ്റാർട്ട് ദ ഡേ വിത്ത് എ സ്മൈൽ. ഓക്കെ, ഇറ്റ്സ് എ കൺഡ്യൂസീവ് ഹാബിറ്റ് എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. എനിത്തിങ് ലൈക്ക് എ നൗൺ വേണം കേട്ടോ. ഒരു സിംഗുലറായി കൗണ്ടബിൾ നൗൺ കൊടുക്കാം. ക്വസ്റ്റ്യൻ സെൻറ്റൻസ് കാണുമ്പോൾ ചിപ്പി ഓർക്ക്. ശരിയാ, ചിപ്പി ഇപ്പോൾ സീനിലേ ഇല്ല, റെക്കോർഡ് മാത്രമേ കാണുന്നുള്ളൂ. ഐ ഡോണ്ട് വോണ്ട് ടു പുട്ട് സോ മെനി ഓണേഴ്സ് ഓൺ മൈ ഹെഡ്. ദാറ്റ്സ് ഗ്രേറ്റ്. എൻ്റെ തലയിലല്ലേ, അത് നന്നായി. It is the honors of the teacher to cite good lessons to the children. That's great. You shouldn't have treated her as an honors. You shouldn't have treated. Have കഴിഞ്ഞിട്ട് V3 കൊടുക്കണ്ടേ സേവ? You shouldn't have treated her as an honors. കേട്ടോ. His predatory behavior makes others keeping him at an arm's length. All right. അത് കറക്റ്റാണ്. പക്ഷേ കീപ്പിംഗ് എന്ന് പറയുന്ന ജെറണ്ട് അല്ലേ? അപ്പോൾ അതേഴ്സിൻ്റെ അപ്പസ്ട്രോഫി കൊടുക്കുക. അതേഴ്സ് എസ് കഴിഞ്ഞിട്ട് അപ്പസ്ട്രോഫി കൊടുക്കുക. മറ്റവരുടെ കീപ്പിംഗ് ഹിം, ജെറണ്ടിൻ്റെ മുമ്പിൽ എപ്പോഴും പോസസീവ്സ് കൊടുക്കണം കേട്ടോ. അപ്പോൾ എങ്ങനെ കൊടുക്കണം രശ്മി? ഹിസ് പ്രെഡേറ്ററി ബിഹേവിയർ മേക്സ് അതേഴ്സ് കഴിഞ്ഞിട്ട് എസ് കഴിഞ്ഞിട്ട് അപ്പസ്ട്രോഫി കൊടുക്കണേ, ഒന്ന് ശ്രദ്ധിക്കാതെ. ക്യാൻ യു ഡു സംതിങ് ദാറ്റ് കൺഡ്യൂസീവ് ടു അതേഴ്സ്? Can you do something that is conducive to others? Can you do something that is, our verb is missing, that is conducive. Anuvama, get up. The patent of the company will be rejected by the government. Okay. Jaish-e-Mohammed took the honors of the trust attack. All right, that's great. കൺഡ്യൂസീവ് സ്പെല്ലിങ്ങിനെക്കാളും ശ്രദ്ധിച്ചോണേ. അതിൻ്റെ അകപ്പാടെ ശ്രദ്ധ വരേണ്ടത് വേർബ് ഇസ് മിസ്സിംഗ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണെങ്കിൽ, എല്ലാവർക്കും മനസ്സിലായെങ്കിൽ ഒരു തംസ് അപ്പ് ഇട്ട് ലെറ്റ്സ് മൂവ് ടു ദി ആർട്ടിക്കിൾ പീപ്പിൾ. നമുക്ക് പോവാം നമ്മുടെ ഫിനാൻസ് ആർട്ടിക്കിൾ. ആൻഡ് ദ ആർട്ടിക്കിൾ ഇസ് മെഷറിംഗ് ട്രേഡ്. നമ്മുടെ ട്രേഡിനെ നമ്മളൊന്ന് മെഷർ ചെയ്ത് നോക്കാം. വാട്ട്സ് ഇറ്റ്, എക്സ്പോർട്ട് ഇമ്പോർട്ട് ഒക്കെ എങ്ങനെയാണ്, കൺസിസ്റ്റൻ്റ് ആണോ നോക്കാം. അപ്പോൾ മനസ്സിലായെങ്കിൽ ഒരു തംസ് അപ്പ് ഇടാം. ആൻഡ് എല്ലാവരും എന്ത് ചെയ്യാം, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ഇട്ട്. ഇത്രയും പേര് ലൈവിൽ ഉണ്ടായിട്ട് ഒരു ഉഷാറ് കാണിക്കുന്നില്ല, സ്നേഹം കാണിക്കില്ല എന്ന് പറയുമ്പോൾ ദാറ്റ്സ് റോങ് അല്ലേ? ദ വെദർ ഈസ് കൺഡ്യൂസീവ് ടു ഗോ ഫോർ കൺഡ്യൂസീവ് ടു വാട്ട്? ടു എന്ന് പറയുന്നത് പ്രിപ്പോസിഷൻ അല്ലേ ഇടമുത്തേ? അപ്പോൾ അതിനോട് ഇത് ഇട്ട് കൊടുക്കില്ല, ഇങ്ങനെ കൊടുക്കുന്നത്. വെദർ ഇസ് കൺഡ്യൂസീവ് ടു ഗോയിങ് ഫോർ എ റൈഡ് കേട്ടോ. ഷമാസെ കൺഡ്യൂസീവ് ടു വാട്ട്? നൗൺ അവിടെ കൊടുക്കണം. ടു ഇറ്റ്സ് എ പ്രിപ്പോസിഷനാണ്. അവിടെ ടു എന്ന് പറയുന്ന ഇൻഫിനിറ്റീവ് അല്ല കേട്ടോ. അപ്പോൾ ടു ഗോയിങ് ഫോർ എ റൈഡ് കൊടുക്കണേ, അത് കറക്റ്റ് ആക്കാൻ. ദ ഡിമീനർ കോൾഡ് ഫോർ ഹിസ് പേഴ്സണൽ ടു കമ്പൈൽ ഓൾ ദി സ്റ്റഫ്സ് ബിഫോർ അപ്ലൈയിങ് ഫോർ പേറ്റന്റ്. ഡിമീനർ ഈ ഡിമീനർ ആണെന്നാണ് തോന്നുന്നത്. സ്പെല്ലിംഗ് എനിക്കൊന്ന് ചെക്ക് ചെയ്യണം. അത് ഈ ഡിമീനർ തന്നെയാണോ എന്ന് എനിക്കൊരു ഡൗട്ട്. മറ്റേ ഡിമീനർ മറ്റേ മീനിങ് എന്താ ബിഹേവിയർ എന്നർത്ഥത്തിലുള്ള ഡിമീനർ. ഞാൻ നോക്കട്ടെ ഇതിൻ്റെ അർത്ഥം അങ്ങനെയാണെന്ന്.
ഈ ഡിമീനർ അല്ലല്ല, ഈ ഡിമീനറിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? ഈ ഡിമീനറിൻ്റെ അർത്ഥം മാനർ, ആറ്റിറ്റ്യൂഡ് അങ്ങനെയാണ്. അപ്പോൾ തെറ്റാടാ, അതിൽ അങ്ങനെ വരില്ല. ദി ഡിമീനർ കോൾ ഫോർ ഹിസ് പേഴ്സണൽ ലീഡർ എന്ന അർത്ഥമല്ല കേട്ടോ. ഡിമീനർ എന്ന് പറഞ്ഞാൽ ആറ്റിറ്റ്യൂഡ്, മാനർ എന്നാണ്. അഞ്ജു ഗുഡ് മോർണിംഗ്, എവിടെ ആയിരുന്നു? ഇറ്റ് ഈസ് കൺഡ്യൂസീവ് ടു സ്പെല്ലിംഗ് വീണ്ടും സേവ തെറ്റി, എസ് അല്ല സി. ടു ടേക്ക് ക്ലാസ്സസ് consistently. Yeah, every citizen has a patent to live. It's a right to live. ലൈസൻസ് ടു ലിവ് അല്ലേ. പക്ഷേ അവിടെ പേറ്റൻറ്റ് കൊടുക്കരുത്, അത് റൈറ്റ് എന്ന് തന്നെ കൊടുക്കണം, അല്ലെങ്കിൽ അത് ഇൻഅപ്രോപ്രിയേറ്റ് വേർഡ് യൂസേജ് ആയി മാറും കേട്ടോ. അവിടെ റൈറ്റ് ടു ലിവ് എന്ന് കൊടുക്കണേ, അതാ പക്ക. ഒന്ന് ശ്രദ്ധിച്ചോണം, അവിടെ പക്ക ആയിട്ടൊന്ന് കൊടുക്കുക, റൈറ്റ് ടു ലിവ് എന്ന് കൊടുക്കുക. ഓക്കെ, ക്ലിയർ? മൂവിങ് ഓൺ, മെഷറിംഗ് ട്രേഡ്. അപ്പം നമുക്ക് ട്രേഡ് മെഷറിംഗ് എന്താണെന്നുള്ളത്. ഇന്ത്യസ് എക്സ്പോർട്ട് ഇമ്പോർട്ട് ഡേറ്റ ഷുഡ് ബി കൺസിസ്റ്റൻറ്റ് ആൻഡ് ഇറ്റ്സ് ടൈമിംഗ് പ്രഡിക്റ്റബിൾ. ഇന്ത്യയുടെ എക്സ്പോർട്ടും ഇമ്പോർട്ടും ഡേറ്റ ഇമ്പോർട്ടും എക്സ്പോർട്ടും കൺസിസ്റ്റൻ്റ് ആയിട്ട് വരണം. അതുപോലെ തന്നെ ടൈമിംഗ് പ്രഡിക്റ്റബിൾ ആണ്, ഇല്ലേ പണി പാടും. അതായത് നമ്മൾ ഒട്ടും അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഡേറ്റയാണ് നമുക്ക് വരുന്നതെങ്കിൽ നമ്മുടെ ഇക്കണോമിക് ഗ്രോത്തിന് നമുക്ക് കറക്റ്റാന്ന് പറയാൻ പറ്റില്ല. ഇറ്റ്സ് നോട്ട് എ റൈറ്റ് പാത്ത്, ഓൺ എ റൈറ്റ് പാത്ത് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇറ്റ്സ് നോട്ട് എന്ന് പറയാം, ഡേറ്റ് കറക്റ്റ് കൺസിസ്റ്റൻ്റ് ആയിട്ട് വന്നില്ലെങ്കിൽ. സോ അതിനെപ്പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വന്നത്. സപ്ലൈ ഓഫ് സ്റ്റാൻഡേർഡ് ഫുഡ് ഗ്രെയിൻസ് മെയ്ഡ് ദർ മോണോപ്പൊളി ഇൻക്രെഡിബിൾ. All right, that's it. That's great. The government has quietly dropped the practice of releasing preliminary monthly merchandise trade estimates at the beginning of the month and updating them 2 weeks later with quick estimates. The foreign trade numbers of October 2022 and beyond will be released by the middle of the next month, as was the practice till 2 years ago. Perhaps the idea of issuing early estimates for export and import shipments in late 2020 was driven by the need to have some more high frequency indicators for assessing the direction of the. അപ്പോൾ ഗവൺമെൻറ് എന്ത് ചെയ്തെന്ന് വെച്ചാൽ പയ്യെ നൈസായിട്ട് ഗവൺമെൻറ് എന്ത് ചെയ്തു, ഈ പറയുന്ന പ്രിലിമിനറി മന്ത്ലി മെർച്ചൻഡൈസ് ട്രേഡിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽസൊക്കെ, ഡേറ്റയൊക്കെ, മന്ത്ലി മെർച്ചൻഡൈസ് ട്രേഡിൻ്റെ ഡേറ്റ് എസ്റ്റിമേറ്റുകളൊക്കെ, ഡേറ്റയൊക്കെ കൃത്യമായിട്ട് മന്ത് ബിഗിനിങ്ങിൽ, ഒരു മന്തിൻ്റെ ബിഗിനിങ്ങിൽ കൊടുക്കുന്ന കാര്യങ്ങൾ പയ്യെ അങ്ങ് ഡ്രോപ്പ് ചെയ്തു. ഇനി അത് വേണ്ട, അങ്ങനെ ഒരു രീതിയിലുള്ള പ്രാക്ടീസ് അങ്ങ് നിർത്തിയേക്കാം എന്ന് കൊടുത്തു. ആൻഡ് എന്ത് ചെയ്തു, ആൻഡ് അപ്ഡേറ്റിംഗ് ദം 2 weeks later വിത്ത് ക്വിക്ക് എസ്റ്റിമേറ്റ്സ്. അത് മാത്രമല്ല, അതിന് 2 weeks ലേറ്റിൻ്റെ അതിനുള്ള ശേഷമുള്ള എസ്റ്റിമേറ്റ് കൊടുക്കുന്ന പരിപാടി കൂടി ഇപ്പോൾ ഗവൺമെൻറ് നിർത്തി. കാര്യം വെച്ചാൽ നമ്മുടെ ഫോറിൻ ട്രേഡ് നമ്പേഴ്സ് October 2022 അത് കഴിഞ്ഞിട്ടുള്ളതും റിലീസ് ചെയ്യുന്ന മിഡിൽ ഓഫ് ദ മന്ത് ആയിരിക്കും. ഈ വരാൻ പോകുന്ന മിഡിൽ ഓഫ് ദ മന്തിലായിരിക്കും ഇനി കൊടുക്കുന്നത്. അപ്പോൾ തുടക്കത്തിലും മന്തിൻ്റെ അവസാനമുള്ള പരിപാടി ഇല്ല. കാര്യം നമ്മൾ പണ്ട് അങ്ങനെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഒരു 2 years ago നമ്മൾ ആ ഒരു പ്രാക്ടീസ് ആയിരുന്നു. ഒരു മിഡിലിൽ കയറി നമ്മൾ അതിൻ്റെ എസ്റ്റിമേറ്റ് ഒക്കെ കൊടുക്കും. ദാറ്റ്സ് ഇറ്റ്, അത്ര ഉണ്ടായിരുന്നു. അപ്പോൾ പാൻഡമിക്കിന് തുടങ്ങിയപ്പോൾ മുതലാണ് നമ്മളിങ്ങനെ അതിൻ്റെ ഒരു ഗ്രോത്തിനെ പറ്റി എസ്റ്റിമേറ്റ് ചെയ്യാൻ ബിഗിനിങ് ഓഫ് ദ മന്തും അതിനുശേഷം 2 weeks later വീണ്ടും ക്വിക്ക് എസ്റ്റിമേറ്റ് എടുക്കുമായിരുന്നു. അങ്ങനത്തെ പരിപാടി ഇപ്പോൾ നിർത്തി പയ്യെ എന്ത് ചെയ്തു, ബാക്ക് ടു ട്രാക്ക് 2 years agoയിലുള്ള പരിപാടിയിലോട്ട് പോവാണ്. അടുത്ത മന്തിൻ്റെ മിഡിലായിരിക്കും നമ്മൾ ഇതിനെപ്പറ്റി കൊടുക്കാൻ പോകുന്നത്. അങ്ങനെയാണ് വരാൻ പോകുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഐഡിയ എന്ന് പറഞ്ഞാൽ എസ്റ്റിമേറ്റ് ഇഷ്യൂ ചെയ്യുന്നത് പറഞ്ഞാൽ എക്സ്പോർട്ടിൻ്റെ ആയിക്കോട്ടെ ഇമ്പോർട്ടിൻ്റെ ആയിക്കോട്ടെ എടുത്ത് കൊടുക്കുന്നു എന്ന് 2020 നടന്നിട്ടൊരു കാര്യമാണ്. ശരിക്കും പറഞ്ഞാൽ അത് എന്തുകൊണ്ടാണ് അങ്ങനെ കൊണ്ടുവന്ന് വെച്ചാൽ നമുക്ക് കുറച്ചൊരു ഫ്രീക്വൻസി ഇൻഡിക്കേറ്റേഴ്സ് വേണം. എന്താണ് അറിയണം, നമ്മുടെ ഗ്ലോബൽ എക്കോണമി ആൻഡ് നമ്മുടെ എക്കോണമി എങ്ങനെ, നാഷണൽ എക്കോണമി എങ്ങനെ പോകുന്നു എന്നുള്ള, അതിൻ്റെ ഡിറക്ഷൻ എങ്ങനെയാണ്, അതിൻ്റെ പാത്ത് എങ്ങനെയാണെന്നുള്ളത് നോക്കാൻ വേണ്ടി, കോഴ്സ് എങ്ങനെയാണെന്നുള്ള നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ആൻഡ് ആസ് ഇറ്റ് ഫൗണ്ട് ഇറ്റ്സ് ഫീറ്റ് അഗാൻ വിത്ത് ദ ബാറ്ററിങ് COVID-19 ലോക്ക്ഡൗൺസ്. അപ്പം ലോക്ക്ഡൗണിൻ്റെ സമയത്ത് കോവിഡിൻ്റെ സമയത്തും ഒക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടിയാണ് നമ്മൾ ഇരുന്നപ്പോൾ. ഇപ്പോൾ വലിയ തരക്കേറില്ലാതെ നമ്മൾ എന്ത് ചെയ്യാണ്, വി ഫൗണ്ട് ഇറ്റ്സ് ഫീറ്റ്, ദറ്റ് മീൻസ് വി അഡ്ജസ്റ്റഡ്. നമുക്കിപ്പോൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കുഴപ്പമൊന്നുമില്ല. വലിയ COVID-19 ലോക്ക്ഡൗൺ ഒക്കെ ശേഷം നമ്മൾ തിരിച്ചൊന്ന് സ്വന്തം കാലം നിൽക്കാറായി, അല്ലെങ്കിൽ നമ്മൾ തിരിച്ച് അഡാപ്റ്റബിൾ ആയിട്ട് വന്നതുകൊണ്ട് ഇനിയിപ്പോൾ ആ പഴയ രീതിയിലോട്ട് പോകേണ്ട കാര്യമില്ല, നമുക്കിനി വീണ്ടും ബാക്ക് ടു നോർമൽ കേസിലോട്ട് വരാം എന്നാണ് പറയുന്നത്. വൈൽ വൺ cannot really say the pandemic is over yet, it is a sensible decision to now revert to the older system with quick estimates were released on when quick estimates are released on the 15th day of each subsequent month or earlier if that date happened to fall on a weekend. The early estimates have estimated conflicting signals about the economy in recent months thanks to sharp variations between the preliminary and quick estimates in the volume of trade and even the directions of export growth. For instance, the first data set for August suggested a 1.15% contraction in exports. The first, അപ്പോൾ കോവിഡ് പക്ക തീർന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എങ്കിൽ പോലും നമുക്കൊരു സെൻസിബിൾ ഡിസിഷൻ എടുക്കാം. കാര്യം വെച്ചാൽ ഏറെക്കുറെ നമുക്ക് ബാക്ക് ടു നോർമലിലോട്ട് എത്തിയതുകൊണ്ട് തന്നെ ഒരു ക്വിക്ക് എസ്റ്റിമേറ്റ്സ് കൊടുത്താൽ മതി. എല്ലാ മാസത്തിൻ്റെയും 15th day ആകുമ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യാം, ഒരു ക്വിക്ക് എസ്റ്റിമേറ്റ്സ് കൊടുത്താൽ മതി. അതായത് 2nd week ആകുമ്പോഴേക്കും ഒരു ക്വിക്ക് എസ്റ്റിമേറ്റ് കൊടുക്കുന്നതാണ് പക്ക എല്ലാ സബ്സിക്വൻറ്റ് മന്തിലും, ഈച്ച് ഫോളോയിങ് മന്തിൽ അത് കൊടുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് യൂസ് എന്ന് പറയാം. എന്നാൽ അതൊരു വീക്കെൻഡിലാണെങ്കിൽ അതിന് തൊട്ട് മുമ്പുള്ള ദിവസം, അത് തൊട്ട് ഏർലിയർ ഡേയിൽ നമ്മൾ റിലീസ് ചെയ്ത് ക്വിക്ക് എസ്റ്റിമേറ്റ് റിലീസ് ചെയ്താൽ മതി.
അങ്ങനെ രീതിയിൽ നമുക്ക് കൊടുത്താൽ മതി. കാര്യം ഈ പറയുന്ന എസ്റ്റിമേറ്റ്സ് ഈയിടെയായിട്ട് കോൺഫ്ലിക്റ്റിംഗ് സിഗ്നൽസ് ഈ റീസെൻറ്റ് മന്ത്സ് ആയിട്ട് വലിയ കാര്യമായിട്ട് വന്നിട്ടില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ പ്രോബ്ലം വന്നിട്ടില്ല. എന്നാൽ ഒരു ഷാർപ്പ് വേരിയേഷൻ നമുക്ക് പ്രിലിമിനറി മന്തിൽ ആ ക്വിക്ക് വേരിയേഷനിലൂടെ കാണാനും പറ്റിയിട്ടുണ്ട് എക്സ്പോർട്ടിൻ്റെ കാര്യത്തിൽ, ഗ്രോത്തിൻ്റെ കാര്യത്തിൽ. കാര്യം എന്താ വെച്ചാൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ഓഗസ്റ്റിലെ ഇതെടുത്ത് നോക്കിയിട്ടുണ്ട്, നമുക്ക് എക്സ്പോർട്ടിൻ്റെ കാര്യത്തിൽ കൺട്രാക്ഷൻ സംഭവിച്ചത് നമുക്ക് കാണാൻ പറ്റും. ഒരു 1.15% കൺട്രാക്ഷൻ നമുക്ക് കാണാൻ പറ്റും. The first such contraction since February 2021, while September's numbers showed 3.3% dip year on year. എന്നാൽ ഇവിടെ കൺട്രാക്ഷൻ സംഭവിച്ച് കുറച്ച് ഗ്രോത്ത് സംഭവിച്ച് നമുക്ക് ഓഗസ്റ്റിലോട്ട് വന്നപ്പോൾ ഫെബ്രുവരിക്ക് ശേഷം ഓഗസ്റ്റിലാണ് ആകെപ്പാടൊരു മാറ്റം എന്ന് കുറച്ചൊരു നല്ലൊരു നമുക്കൊരു ഗ്രോത്ത് കാണാൻ പറ്റിയത്. കാര്യം എന്നാൽ സെപ്റ്റംബറിൽ നമ്മൾ നോക്കിയപ്പോൾ സെപ്റ്റംബറിൽ 3.3% ഡിപ്പ് കുറവാണ് ഇതിനെ കാണുന്നത്, റിഡക്ഷനാണ് നമ്മളവിടെ കാണാൻ പറ്റിയത് ഇയർ ഓൺ ഇയറിൽ കണ്ടത്. Even an industrial economist read this as an omen of global turmoil and slowdown coming home to hurt the Indian recovery engine. The quick estimates for both these months showed 1.6% and 4.8% uptick respectively in outbound growth rates. ശരിക്കും പറഞ്ഞാൽ ഇൻഡസ്ട്രിയും ഇക്കണോമിസ്റ്റുകളും ഇതിനെ കാണുന്നത് ശരിക്കും പറഞ്ഞൊരു ഗ്ലോബൽ ടെർമോയിൽ ആയിട്ടാണ് കാണുന്നത്. അതിൻ്റെ ഒരു ഇൻഡിക്കേഷനായിട്ട് ഒമൻ ആയിട്ടാണ് കാണുന്നത്. ആൻഡ് സ്ലോ ഡൗൺ ആണ് വരാൻ പോകുന്ന ഒരു സ്ലോ ഡൗണിനെ പറ്റിയാണ് അവർ അതിനെ കാണുന്നതെങ്കിൽ ഈ ക്വിക്ക് എസ്റ്റിമേറ്റ്സ് എടുക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. 1.6 ആൻഡ് 4.8 ഗ്രോത്ത് അപ്റ്റിക്ക് ഒരു സ്ലൈറ്റ് ഇൻക്രീസിനാണ്, സ്ലൈറ്റ് ഗ്രോത്തിനാണ് അപ്റ്റിക് എന്ന് പറയുന്നത്. സ്ലൈറ്റ് ഗ്രോത്ത് നമുക്ക് എവിടെ കാണാൻ പറ്റും? റെസ്പെക്റ്റീവ് ആയിട്ടുള്ള സ്ലൈറ്റ് ഗ്രോത്ത് നമുക്ക് ഔട്ട് ബൗണ്ട് ഗുഡ്സ് ട്രേഡിൽ കാണാൻ പറ്റിയിട്ടുണ്ട് എന്നാൽ അത് ക്വിക്ക് എസ്റ്റിമേറ്റ് എടുക്കുന്നതിൽ ഗുണം അതാണ്. And next paragraph, the difference in two sets of numbers largely arises from the lack of electronic data interchange facilities in some ports, thus making it difficult to factor in such shipments into the first data set. But with variations so wide, it is smarter to wait till all the data is compiled and അപ്പോൾ ഇനി നമുക്ക് അതിനെപ്പറ്റിയൊരു ഡീറ്റെയിൽസിലോട്ട് പോകും. അപ്പോൾ ഈ രണ്ട് സെറ്റ് ഓഫ് നമ്പേഴ്സ് നമുക്ക് ആദ്യം തന്ന നമ്പേഴ്സ് കുറച്ച് ഗ്രോത്ത് കുറവായിട്ടായിട്ടും പിന്നെ ക്വിക്ക് എസ്റ്റിമേറ്റ് എടുക്കുമ്പോൾ അത് ഗ്രോത്ത് കൂടുതലായിട്ടും പറയുമ്പോൾ നമ്പേഴ്സിൽ ചെറിയ വേരിയേഷൻ വരുന്നില്ലേ, ഈ ഡിഫറൻസ് വരുന്നില്ലേ. അപ്പോൾ ഈ നമ്പേഴ്സ് ശരിക്കും വേരിയേഷൻ വരുന്ന കാരണം എന്തുകൊണ്ടാണ് നമ്പേഴ്സിലൊരു പറയുക ഡിഫറൻസ് വരുന്നത്? ബിക്കോസ് ഓഫ് ദ ലാക്ക് ഓഫ് ഇലക്ട്രോണിക് ഡേറ്റ ഇൻ്റർചേഞ്ച് ഫെസിലിറ്റീസ്. ചില പോർട്ടുകളിൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇലക്ട്രോണിക് ഡേറ്റ ഇൻ്റർചേഞ്ച് ഫെസിലിറ്റീസ് ഇല്ല. ആ ഫെസിലിറ്റീസ് ഇല്ലായ്മയാണ് ശരിക്കും പറഞ്ഞാൽ ഡേറ്റയ്ക്ക് ഇത്രയും പറ്റിയ ഡിസ്പാരിറ്റി വരുന്ന ഒരു ഡിഫറൻസ് വരുന്ന ഒരു കാര്യം. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഈ പറയുന്ന ഡിഫിക്കൽട്ടായിരിക്കും നമുക്ക് ആദ്യത്തെ ഫസ്റ്റ് ഡേറ്റ സെറ്റിനെ ഒന്ന് കൊണ്ടുവരാൻ. അപ്പോൾ നമുക്കത് ആകെപ്പാടെ ബുദ്ധിമുട്ടാവും. അതിൽ വരുന്ന വേരിയേഷൻസ് നമ്മൾ ഒരുപാടായിട്ട് ബാധിക്കുകയും ചെയ്യും. പക്ഷേ ഇത്രയും വൈഡായിട്ടൊരു ഗ്യാപ്പ് വരുമ്പോൾ, ഇത്രയും കുറഞ്ഞൊരു സ്ഥലത്ത് ഇത്രയും ഗ്രോത്ത് ഉണ്ടെന്ന് പറയുമ്പോൾ ആ ഒരു വേരിയേഷനെ നമുക്കങ്ങ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അത്രയും ഗ്യാപ്പ് അത് ഫില്ല് ചെയ്യാൻ പറ്റാത്ത ഗ്യാപ്പല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇറ്റ് ഇസ് സ്മാർട്ട് ടു വെയിറ്റ് ടിൽ ദ ഡേറ്റ ഇസ് കമ്പൈൽഡ്. ഒരു കാര്യം ചെയ്യാം, ഫൈനൽ ഡേറ്റ കമ്പൈൽ ചെയ്യുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം, അല്ലാതെ ചാടിക്കൊരു തീരുമാനം എടുക്കണ്ട. ആൻഡ് റിലീസ്ഡ് അറ്റ് വൺ ഗോ. അപ്പോൾ ഒറ്റയടിക്ക് നമുക്ക് റിലീസ് ചെയ്യുമ്പോഴല്ലേ നല്ലത്. 2 തവണയായിട്ട് റിലീസ് ചെയ്യുമ്പോൾ ഡേറ്റ ഡിസ്ക്രിപ്പൻസി വരുന്നു. അപ്പോൾ അതിലും ഭേദം ഒരു ക്വിക്ക് എസ്റ്റിമേറ്റ് ഒറ്റയടിക്ക് വരുമ്പോൾ ആ ഒരു വൺ അറ്റംപ്റ്റിൽ വരുന്നത് നമുക്ക് കൊടുത്താൽ മതി. ഈവൻ അറ്റംപ്റ്റ്സ് മസ്റ്റ് ബി റീഡബിൾ ടു എൻഷുർ ഓൾ ദ പോർട്സ് ഓൺ ബോർഡ് ദ ഇലക്ട്രോണിക് ഡേറ്റ സിസ്റ്റം. അതേ സമയത്ത് നമ്മൾ ഓർക്കണം, എല്ലാ പോർട്ടുകളിലും നമ്മൾ ഇലക്ട്രോണിക് ഡേറ്റ ഓൺ ബോർഡിലോട്ട് കൊണ്ടുവരണം, എൻഷുർ ഉറപ്പുവരുത്തണം കറക്റ്റായിട്ട് വരുന്നതെന്നുള്ള. എന്നാങ്കിലേ ഈ പറഞ്ഞ എത്ര അറ്റംപ്റ്റിൽ പോയെങ്കിലും സംഭവം ആയിട്ട് കാര്യമുള്ളൂ. ഇങ്ങനെ ഒരു ക്വിക്ക് എസ്റ്റിമേറ്റ്സിലൂടെ നമ്മൾ തിരിച്ചു വന്നിട്ട് കാര്യമുള്ളൂ. The government should now stick to a clear timetable of releasing the trade data. വളരെ ക്ലിയർ ടൈം ടേബിൾ പോകണം, കൺസിസ്റ്റൻ്റ് ആയിട്ട് ഗവൺമെൻറ് പോയിട്ട് കാര്യമുള്ളൂ. റീസെൻറ്റ് മന്ത്സ് were also marred by suspense over when the initial estimates would be released, and last set came about 90 minutes before midnight on October 3. It should also refrain from being selective about data points. For March, it initially only released export numbers, and September's preliminary data omitted the growth rates for India's top 10 export-import items. A consistent, comprehensive and transparent approach to releasing economic data will also. അപ്പോൾ ഗവൺമെൻറ് ഒരു കാര്യത്തിൽ കൃത്യമായിട്ട് ഉറപ്പ് വരുത്തുന്നത് എന്താ വെച്ചാൽ ഗവൺമെൻറ് കറക്റ്റ് സ്റ്റിക്ക് ചെയ്ത് നിൽക്കണം, ഒരു ക്ലിയർ ടൈം ടേബിൾ കീപ്പ് ചെയ്യാൻ. അതായത് ഗവൺമെൻറ് എന്തായിരിക്കും കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യണം അല്ലേ. ഇതിപ്പോൾ ഇന്ന് മാസം 15-ാം തീയതി വിട്ടാൽ അടുത്ത മാസം 14-15 തന്നെ വിടുക, അല്ലെങ്കിൽ ഒരു 16 കാരണം എന്തുകൊണ്ടാണ്? അതിൽ കൂടുതലങ്ങ് പോയാൽ കൺസിസ്റ്റൻസി നഷ്ടപ്പെടും. അപ്പോൾ ഒരു കൃത്യമായി നമ്മളിങ്ങനെ കാത്തിരിക്കാൻ പാടില്ല എന്നാ വരുന്നത്. കാര്യം കഴിഞ്ഞ റീസെൻറ്റ് മന്തുകളിലായിട്ട് വളരെ സസ്പെൻസ് കൊണ്ടുവന്ന് ആകപ്പാടെ സ്പോയിൽ ചെയ്ത് കളഞ്ഞു. ഡേറ്റ എസ്റ്റിമേറ്റ്സ് കൊണ്ട് ഇനീഷ്യൽ എസ്റ്റിമേറ്റ്സ് കൊടുത്തില്ല. അങ്ങനെ വന്നിട്ട് അവസാനം ഒക്ടോബർ 3-ാം തീയതി മിഡ് നൈറ്റിലാണ് ഈ പറയുന്ന ഡേറ്റ കൊണ്ട് റിലീസ് ചെയ്തത്.
മാത്രമല്ല ഗവൺമെൻറ് ഒരു കാര്യം കൂടി ചെയ്യണം, ഡേറ്റ പോയിന്റ്സ് റിലീസ് ചെയ്യുമ്പോൾ അതിനെ കൃത്യമായിട്ട് സെലക്റ്റീവായിട്ട് കൊടുക്കരുത്. എല്ലാ ഡേറ്റ പോയിന്റും അതുപോലെ റിലീസ് ചെയ്യണം. കാരണം മാർച്ചിൽ ആദ്യം എടുക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം റിലീസ് ചെയ്ത എക്സ്പോർട്ട് നമ്പേഴ്സ് മാത്രമേ മാർച്ചിൽ അറിയിച്ചുള്ളൂ, പുറത്തോട്ട് വന്നിട്ടുള്ളൂ. എക്സ്പോർട്ട് മാത്രമേ ഉള്ളൂ, അപ്പോഴും ഇമ്പോർട്ടൻ്റ് കാര്യം അറിയിച്ചിട്ടില്ല. സെപ്റ്റംബറിൽ മാസത്തിലോട്ട് വന്നപ്പോഴും ഗ്രോത്ത് റേറ്റ് ചില ഇന്ത്യയിലെ 10 ടോപ്പ് കമ്പനീസിൻ്റെ എക്സ്പോർട്ടും അതുപോലെ ഇമ്പോർട്ട് ഐറ്റംസിനെയും ഒമിറ്റ് ചെയ്തോളൂ. അതിനെപ്പറ്റി ഒരു ഐഡിയയും വന്നിട്ടില്ല, അതെന്താണെന്നുള്ള അറിയിച്ചു പോലുമില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഗവൺമെൻറ്റിന് എന്തില്ല, ട്രാൻസ്പെറൻസി ഇല്ല, കൃത്യമായൊരു ലൂസിഡിറ്റി ഗവൺമെൻറ് കൃത്യമായിട്ട് കൊടുക്കുന്നില്ല, സുതാര്യത കാണിക്കുന്നില്ല, മറ്റുള്ളവർ അറിയിക്കുന്നതിൽ കാണിക്കുന്നില്ല, ഡേറ്റ കാണിക്കുന്നില്ല. ഒരു പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് ഇസ് കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുന്നില്ല. ആൻഡ് ഇറ്റ് മസ്റ്റ് ബി കോംപ്രിഹെൻസീവ്, ഓൾ ഇൻ വൺ ആയിരിക്കണം. ഗ്രോത്ത് നമുക്ക് എങ്ങനെയാണോ എക്സ്പോർട്ട് അതുപോലെ ഇമ്പോർട്ടിനെയും കാണിക്കുക, ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് ബോത്ത് രണ്ടും വരണം, കൺസിസ്റ്റൻ്റ് ആയിരിക്കണം ആൻഡ് ട്രാൻസ്പെറൻസി കീപ്പ് ചെയ്യണം. ഇൻ ഇക്കണോമിക് ഡേറ്റ വിൽ ഓൾസോ ബോൾസ്റ്റർ ദ കൺട്രീസ് ക്രെഡിബിലിറ്റി ആസ് എ റിലയബിൾ ഓൾട്ടർനേറ്റീവ് ടു ചൈന. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ചൈനയുടെ ഒരു റിലയബിൾ ഓൾട്ടർനേറ്റീവാണ്, ചൈനയ്ക്ക് പകരം ഒരു ഓൾട്ടർനേറ്റീവായിട്ട് മറ്റ് കൺട്രീസിന് വിശ്വസിക്കാൻ പറ്റിയ ഒരു ഗ്ലോബൽ എൻറ്റിറ്റിയാണ്, ഒരു ഗ്ലോബൽ കൺട്രിയാണ്, ഒരു ഗ്ലോബൽ പവറാണ് ഇന്ത്യ എന്ന് വിശ്വസ്തയോടെ പറയണമെങ്കിൽ ആ ഒരു ബോൾസ്റ്റർ ചെയ്യണമെങ്കിൽ അതൊന്ന് റീഇൻഫോഴ്സ് ചെയ്യണം, മറ്റുള്ളവർക്ക് അത് ബൂസ്റ്റ് ചെയ്ത് കൊടുക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇന്ത്യ ഉറപ്പ് വരുത്തണം ട്രാൻസ്പെറൻ്റ് ആണ്, കൺസിസ്റ്റൻ്റ് ആണ്, അതുപോലെ തന്നെ സിസ്റ്റമാറ്റിക് ആണ് അല്ലേ. ഗവൺമെൻറ് കറക്റ്റായിട്ട് അതിനെ വരുത്തുന്നുണ്ട്, ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരുന്നുണ്ട്, അതിനെ ക്ലിയർ ആക്കി കൊണ്ടുവരുന്നുണ്ട് അല്ലേ. കോംപ്രിഹെൻസീവ്, ഓൾ ഇൻ വൺ എല്ലാം ഉണ്ട്, ഇമ്പോർട്ട് എക്സ്പോർട്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം എന്തിനാണ് ഒരു റിലയബിൾ ആയിട്ടുള്ളൊരു ഓൾട്ടർനേറ്റീവാണ്. അതിന് പകരം അല്ലേ ഒരു ചോയ്സാണ് അല്ലേ, മറ്റൊരു ചോയ്സാണ്. ചൈനയ്ക്ക് ഓരോരു നല്ല ചോയ്സായിട്ട് നമുക്ക് ഇന്ത്യയെ കൊണ്ടുപോകാം എന്ന് മനസ്സിലാക്കണം. ദാറ്റ്സ് ഇറ്റ്. സോ ഇറ്റ് ഈസ് അനലിറ്റിക്കൽ. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ അല്ലേ. കുറച്ചുകൂടെ ക്ലാരിറ്റി ഉണ്ട്, ഇത്ര മാത്രം ഓർത്താൽ മതി. ഇത്ര കാലമായിട്ട് രണ്ടിടത്ത് ആദ്യം ഒരു ഇനിഷ്യൽ ഡേറ്റ വരുന്നു, പിന്നെ അതിനൊക്കെ ശേഷം അടുത്ത ഒരു 4th വീക്ക് ആകുമ്പോഴേക്കും വരുന്ന റിലീസ് ചെയ്യുന്ന ഡേറ്റ പോയിൻറ്റ്സ് മാറ്റി ഇനി ഒറ്റ ഡേറ്റ ഉണ്ടാവുള്ളൂ. അത് 2nd വീക്കിലായിരിക്കും, 15th ഓഫ് മന്തിൻ്റെ കോൺസിക്യൂട്ടീവ് മന്തിൻ്റെ സബ്സിക്വൻ്റ് മന്തിൻ്റെ ഒരു 15th ഇനി മുതൽ വരാൻ പോകുന്നത്. ലൈക്ക് പ്രീ പാൻഡമിക് പീരിയഡിൽ നടക്കുന്ന പോലെ ബാക്ക് ടു നോർമൽ. ബട്ട് പ്രോബ്ലം ഈസ് അത് കൺസിസ്റ്റൻ്റ് ആയിട്ട്, കോംപ്രിഹെൻസീവ് ആയിട്ട്, അതുപോലെ തന്നെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഡേറ്റ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഗവൺമെൻറ് റെസ്പോൺസിബിലിറ്റി. ദാറ്റ്സ് ഇറ്റ്. ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ ടു യു. ഓക്കെ. അനി ഹായ്. ഓക്കെ. ഇല്ല ഞാൻ നിങ്ങൾ ലൈവ് കുറവാണെങ്കിൽ പിന്നെ ഞാൻ കഷ്ടപ്പെട്ട് ചെയ്യണ്ടല്ലോ എന്ന് ഞാനിങ്ങനെ ആലോചിക്കുന്നു. രാവിലെ എണീറ്റ് ഞാൻ ചെയ്തിട്ടേ ആൾക്കാർക്ക് ഉപകാരമില്ല, പിന്നെ ഞാൻ വെറുതെ എന്തിനാണ് ചെയ്യുന്നതെന്ന് ഞാൻ ആലോചിക്കുമായിരുന്നു. ഓക്കെ, ഗോഡ് ഇറ്റ്. അപ്പം പോവാം നമ്മുടെ ക്വസ്റ്റനിലോട്ട്. ഇന്നലത്തെ ക്വസ്റ്റൻ കുറച്ച് പേര് ആൻസർ തന്നിട്ടുണ്ട്, ഞാൻ അതൊന്ന് എടുത്തോട്ടെ. ആൻസർ പറഞ്ഞേ. ദർ ഹാവ് ഇൻഡീഡ് ബീൻ എ ഡിസ്പ്രപ്പോർഷനേറ്റ് ടാർഗറ്റിംഗ് ഓഫ് നോൺ BJP പൊളിറ്റിക്കൽ ലീഡേഴ്സ് ബൈ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസീസ് ഓഫ് ദ യൂണിയൻ ഗവൺമെൻറ്. ആർട്ടിക്കിൾ മനസ്സിലായെങ്കിൽ ഒരു തംസപ്പ് ഇടാം കേട്ടോ. ഞാനിത് പറഞ്ഞു തരണോ? ആർട്ടിക്കിൾ മനസ്സിലായെങ്കിൽ ഒരു തംസപ്പ് ഇട്ടേ പിള്ളേരെ. സമയമായി, വേഗം ആർട്ടിക്കിൾ മനസ്സിലായെങ്കിൽ തംസപ്പ് ഇടൂ. ഷോ മീ സം ലവ് ആൻഡ് സപ്പോർട്ട് പീപ്പിൾ. ഓക്കെ. ആണ് ഫുഡ്. നന്ദീശൻ ചോദിച്ചു, ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഉണ്ട് കേട്ടോ. ഫുഡ് ബിൽ എന്ന് പറഞ്ഞാൽ പേ ഫോർ സംതിങ് ആണ്. സെയിം സാധനം അല്ലേ? ഫുഡ് ബിൽ എന്ന് പറഞ്ഞാൽ പേ ദ ബിൽ, സെയിം സാധനം. 5 പേരൊക്കെ എനിക്ക് ആൻസർ തന്നിട്ടുള്ളൂ. എല്ലാ തവണയും ഞാൻ പറയും, ഇത്രയും പേര് ലൈവിലുണ്ടായിട്ട് നിങ്ങൾ എല്ലാവരും ആൻസർ തന്നില്ലെങ്കിൽ അത് മോശമല്ലേ. നന്ദീശ, നീ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം ഇതാണ്. ഫുഡ് ബിൽ എന്ന് പറഞ്ഞാൽ പേ ദ ബിൽ, പേ സംതിങ്, പേ ഫോർ സംതിങ്, പൈസ അടയ്ക്കുക. സെയിം സാധനമല്ലേ പേ ദ ബില്ല്? അത് തന്നെ, സെയിം മീനിങ് കേട്ടോ. അത് തന്നെ കേട്ടോ. പോരട്ടെ, അപ്പം ആൻസർ പോരട്ടെ. സമയമായി, പറഞ്ഞോളൂ. ഓക്കെ. എന്ത് വരണം? ദർ ഹാവ് ബീൻ വരുമോ? വരാമായിരുന്നു. ദർ ഹാവ് ബീൻ കഴിഞ്ഞിട്ട് പ്ലൂറൽ നൗൺ ആണ്. കാരണം ദർ എന്ന് പറയുന്ന ഒരു അഡ്വേർബാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ദർ എന്ന് പറയുന്ന ഒരു അഡ്വേർബാണ്. ഹിയർ, ദർ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ അഡ്വേർബ് അല്ല ഇവിടുത്തെ സബ്ജക്റ്റ്. സബ്ജക്റ്റ് അനുസരിച്ച് ഇൻവേർട്ടഡ് ആണ്. ഇത് ഒരു ഇൻവേർട്ടഡ് സെൻറ്റൻസാണ്. അഡ്വേർബ്, പിന്നെ ഓക്സിലറി വെർബ്, പിന്നെ മെയിൻ വെർബ്. കണ്ടോ? ഓക്സിലറി വെർബ്, പിന്നെ മെയിൻ വെർബ്, പിന്നെ സബ്ജക്റ്റിലോട്ട് വരും. ഇൻവേർട്ടഡ് ആണ്. അപ്പോൾ നോർമൽ അതല്ല, സബ്ജക്റ്റ് ഒബ്ജക്റ്റ് രീതിയിലുള്ള ഇൻവേർട്ടഡ് അല്ല, ഇത് വേറെ ടൈപ്പ്. ഇവിടെ ഡിസ്പ്രപ്പോർഷനേറ്റ് ടാർഗറ്റ്, ഈ ടാർഗറ്റിംഗ് ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്. ടാർഗറ്റിംഗ് ആണ് സബ്ജക്റ്റ്. സബ്ജക്റ്റ് നോക്കിയാൽ ജെറണ്ട് ആണല്ലോ. ജെറണ്ട് സബ്ജക്റ്റ് ആയിട്ട് വരികയാണെങ്കിൽ എന്താണ് വെർബ് എന്ത് വരണം? സിംഗുലർ വേണം. അറിയാലോ. അപ്പോൾ ടാർഗറ്റിംഗ്, ദർ ഹാവ് ബീൻ എ ടാർഗറ്റിംഗ് ഇല്ല, ദർ ഹാസ് ബീൻ എ ടാർഗറ്റിംഗ് വേണം അല്ലേ? സിംഗുലർ വേണ്ടേ? അപ്പോൾ കൊടുക്കുക, ദർ ഹാസ് ഇൻഡീഡ് ബീൻ എ ഡിസ്പ്രപ്പോർഷനേറ്റ് ടാർഗറ്റിംഗ് ഓഫ്
non-BJP political leaders by investigating agencies of the union government. മറക്കരുതേ, വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്, ശ്രദ്ധിക്കുക. ഇങ്ങനെ ഇൻവേർട്ടഡ് ആയിട്ട് വരുമ്പോൾ വേറെ നോക്കിയിട്ടല്ല നിങ്ങൾ കൊടുക്കേണ്ടത് കേട്ടോ. അവിടുത്തെ സബ്ജക്റ്റ് നോക്കുക, സബ്ജക്റ്റ് അനുസരിച്ച് വേർബ് കൊടുക്കുക. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ക്ലിയർ ആണെങ്കിൽ ഒരു തംസപ്പ് ഇട്ടോ, ക്ലിയർ ആണെങ്കിൽ ഒരു തംസപ്പ് ഇട്ടോ, മനസ്സിലായെങ്കിൽ. അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റൻ പിടിച്ചു, ഇതാണ് ഇന്നത്തെ ക്വസ്റ്റൻ. ഹവെവർ, വലിയതൊക്കെ ആയിട്ട് തോന്നും, പക്ഷേ വളരെ സിമ്പിൾ ക്വസ്റ്റൻ ആണ്, നോക്കിക്കോളാം. While paper publication is not mandated in most countries, it is certain considered essential for any top researcher with many theses consisting in their entirety of published papers. സംഭവം സിമ്പിളാണേ, ഒരു കാര്യമുള്ളൂ, നിങ്ങളിതിൽ നോക്കിയിട്ട് ഇതിൽ ഒരു ചെറിയൊരു എററാണ്. ഇറ്റ് ഈസ് സോ സിമ്പിൾ, കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ആൻസർ എനിക്ക് കോമൻറ്റ് സെക്ഷനിൽ തരാം, മറക്കണ്ട. അപ്പോൾ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ടെലിഗ്രാം ചാനലും ജോയിൻ ചെയ്യുക. അപ്പോൾ KPSC ഷോർട്ട് സെലക്ഷൻ, അതുപോലെ തന്നെ അഡാ 24/7 കേരള സെൻട്രൽ എക്സാം, 2 ടെലിഗ്രാം ചാനലാണ് നമുക്കുള്ളത്. രണ്ടിലും ജോയിൻ ചെയ്യാത്തവർ രണ്ടിലും ചടപടയും ജോയിൻ ചെയ്യുക. അപ്ഡേറ്റഡ് ആയിരിക്കുക, കണക്റ്റഡ് വിത്ത് അസ്. ഓക്കെ, ബി കണക്റ്റഡ് വിത്ത് അസ്. അപ്പോൾ നമ്മുടെ ഡെയിലി വാച്ച് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. Thank you so much for watching. Keep watching and keep supporting. Video ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഇടാൻ മറക്കണ്ട. ഷെയർ യുവർ ആൻസേഴ്സ് ഇൻ ദ കമൻറ്റ് സെക്ഷൻ ആദ്യം. പിന്നെ മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ചാനലിൽ, നമ്മുടെ എഡിറ്റോറിയൽ സെഷൻ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇനിയും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഹാവ് എ ഗുഡ് ഡേ. ഇന്ന് രാത്രി 9 മണിക്ക് GDയുടെ PYQ ആയിട്ട്, SSC GDയുടെ ഇംഗ്ലീഷ് PYQ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെ മൂവ് ആകും. സുഖമായിട്ടിരിക്കുക, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ബൈ.